ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യൂട്യൂബിൽ ഒരുമാതിരി 4 വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ ഡിറ്റക്റ്റീവ്സ് ഇറങ്ങിയിട്ടുണ്ട്. കുനിഷ്ട് പരിപാടി, അത് കുൽസിതങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നടക്കുന്ന കുറച്ച് ടീംസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. ഇത് അതായത് ഒരാളുടെ വ്യക്തിത്വത്തെ എന്ത് ചെയ്യാം, ഒന്നുമില്ല, ഒരു സാധനം കാണിച്ചു തരാം. ഇതിൻ്റെ തലക്കെട്ട് കൊടുത്തിരുന്ന ഇങ്ങനെയാണ്: പീഡനമാണെന്ന് പറഞ്ഞ് രേണു യുവാവിൽ നിന്നും പണം തട്ടിയ രേഖകൾ പുറത്ത്. ബിഗ് ബോസിൽ പറയാനായി മെനഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിച്ചു. കിച്ചു തിരിഞ്ഞിട്ടില്ല, മയിര് വീഡിയോ ആണിത്. പീഡനമാണെന്ന് പറഞ്ഞ് രേണു യുവാവിൽ നിന്നും പണം തട്ടിയ രേഖകൾ പുറത്ത്. രേഖകൾ കാണിച്ചു കൊടുക്കുക. അത്ര എന്താണ് പീഡനമാണെന്ന് പറഞ്ഞ് രേണു യുവാവിൽ നിന്നും പണം തട്ടിയ രേഖകൾ. എന്നാൽ എൻ്റെ രേഖകൾ ഉണ്ടോ നോക്കാം കേട്ടോ. അവിടെ ഏതോ ഒരു ചേട്ടൻ അവിടെ അടുത്തത് എന്നാ വന്നേന്ന് അങ്ങനെ എന്തോ ഉള്ളവർ ചോദിച്ചപ്പോൾ ഇവിടെ പെട്ടെന്ന് ഒരു മിനിറ്റ് ഒരു മൈക്കും കൂടി ഉണ്ട് കേട്ടോ. ഇമാതിരി ഒരു ഊള വീഡിയോസ്. ഇവൻ എന്താ ഉദ്ദേശിക്കണത്? 3 ദിവസം കൊണ്ട് 58K, എനിക്കും ഇഷ്ടമല്ല രേണു 250 കമൻറ്റ്. ഭൂരിഭാഗം കമൻറ്റും രേണുസുതി കുറ്റക്കാരി, രേണുസുതി തെറ്റുകാരി, രേണുസുതിന് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാധനം. എങ്ങനെ ഇഷ്ടമാവുക? മാതിരി ഇത് വീഡിയോസല്ലേ ഓരോമാതിരി പടച്ച് വിടണത്. പിന്നെ എങ്ങനെ ഇഷ്ടമാവുക? ഒരു കമൻറ്റ് മാത്രം അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, രേണുസുതിരെ അടുത്ത വീടാണ് എൻ്റെ. ഞാൻ ഇങ്ങനെയുള്ള കഥകളൊന്നും കേട്ടിട്ടില്ലല്ലോ എന്ന്. ഒരു തെളിവില്ലാണ്ട് ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്. അതായത് അവരെ പേര് പോലും വ്യക്തമാക്കണില്ല. എന്നിട്ട് വന്നിട്ട് പറയണം രേണുസുതി അത് ചെയ്തു, മറ്റേതു അങ്ങനെ ചെയ്തു. എൻ്റെ ദൈവമേ, കഥകൾ ആൾക്കാർക്ക് എന്തൊക്കെ പറയാൻ പറ്റും? അതായത് പീഡനശ്രമമാക്കിയതുകൊണ്ട് കേസ് കൊടുത്ത് പുള്ളി അടുത്തുനിന്ന് നഷ്ടപരിഹാരമായിട്ട് പുള്ളി അടുത്തുനിന്ന് 10,000 രൂപയും വാങ്ങി. ഈ രേണു ആണെങ്കിൽ എൻ്റെ മോനൊരു കാര്യം ചെയ്യും, പീഡനശ്രമമാണെന്ന് പറഞ്ഞിട്ട് നഷ്ടപരിഹാരമായിട്ട് 10,000 രൂപയെ. രേണുസുതിയുടെ മാനത്തിന് 10,000 രൂപ വരുള്ളൂ. ഇനിയിപ്പോൾ അത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് കഷ്ടമാണ്, എന്ത് നാറിത്തരാണ് അവൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഇതിൻ്റെ പേര് ബിച്ചു സ്ട്രോക്ക് എന്നാണ് കേട്ടോ. ഊള വീഡിയോസാണ്. രേണുസുതിനെ കണ്ടുപിടിച്ചിറക്കുക. സുധിയെ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട്. അതുപോലെ തന്നെ രേണുവിൻ്റെ അച്ഛൻ സുധിയോട് പറഞ്ഞിട്ടുണ്ട്, നീ രണ്ടാമത്തെ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് സുധീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവളും കൂടെ ആ മരിക്കുന്നതിൻ്റെ ആ ഒരാഴ്ച കൊണ്ടാന്ന് തോന്നുന്നു വഴക്കുണ്ടായപ്പോൾ ഇവള് പറഞ്ഞു നിന്റെ തല പോകൂടാ, നീ പോകുന്ന വഴിക്ക് നിന്റെ തല പോകൂടാ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു മിസ്ലീഡിംഗ് ലേഡിയാ. കാണുന്ന വ്യക്തികളെയും അവരുമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ മിസ്ലീഡ് ചെയ്ത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് കൊണ്ടുപോയി പറയാനായിട്ട് കുറച്ചധികം കഥകളുടെ ഒരു ബിഗിനിങ് ഇവിടെ അവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമുക്കിപ്പൊ കാണാനും സാധിക്കും. നിങ്ങൾ നോക്കിക്കോ, ബിഗ് ബോസിലേക്ക് എത്തുമ്പോഴത്തേക്കിന് ഇതിന്റെ അപ്പുറമായിരിക്കും അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ കാണിക്കുന്നതിനകത്ത് സത്യം പറഞ്ഞാൽ എഫക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവർ പറഞ്ഞിട്ടുള്ള പല കഥകളിലും കഥാപാത്രങ്ങളായിട്ടുള്ള വന്നിട്ടുള്ള പല വ്യക്തികൾക്കുമായിരിക്കും ഈ ഒരു കാര്യം നല്ല രീതിയിൽ എഫക്ട് ചെയ്യാൻ പോകുന്നത്. അത്തരത്തിൽ ഒരു വോയിസ് ക്ലിപ്പും ഇവരുടെ തനി സ്വഭാവം എന്താണെന്നുള്ളത് കൃത്യമായിട്ടും ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ എടുത്ത് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ ഇത് വീഡിയോയിൽ തെളിവുകളെല്ലാം രീതിയിൽ വെക്കുമ്പോൾ ഊള തെളിവുകളാണ്. എനിക്ക് തോന്നുന്നുണ്ട് ഇവൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെയും കൊണ്ട് ഇവൻ ചിലപ്പോൾ ഇങ്ങനെ ഫോൺ വിളിപ്പിച്ചായിരിക്കും, ഇങ്ങനെ കാര്യങ്ങൾ പറയട്ടോ, ഞാനത് റെക്കോർഡ് ചെയ്യണ്ടേ എന്നിട്ട് വീഡിയോ ചെയ്യാൻ പോവുകയാണെന്ന്. ഞാനത് അങ്ങനെ നോക്കണത്. എന്ത് കഷ്ടമാണ്. ഏത് ലോകത്താണ് ജീവിക്കണത്? ഒരു ഫാക്റ്റ് ചെക്ക് ചെയ്യണ്ടേ? ഒരാളൊരു കാര്യം പറയുമ്പോൾ എൻ്റെ പേര് ഇതാണ്, അല്ലെങ്കിൽ ഒരാളിങ്ങനെ വരികയാണ് ഫേസൊക്കെ കാണിച്ചിട്ട്, ഇത് എങ്ങനെയാണ് സംഭവം, ഞാൻ ഇന്ന സ്ഥലത്ത് താമസിക്കുകയാണ്, ഇങ്ങനെയാണ് സംഭവം, അതാണ് ഓക്കെ. ചുമ്മാ ഒരു വോയിസ് ഇട്ടിട്ട് ഇങ്ങനെയാണ്, ഇതാണ് സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ ഇവന് എത്ര വയസ്സുണ്ടോ, എന്താ ഉദ്ദേശിക്കണത്, ഇവനും തലക്കകത്ത് എന്താ കിടക്കണമെന്ന് മനസ്സിലാവാത്ത മാതിരി ഒരു എന്താ പറയുക. രേണുസുതി ഈ നാറിക്കെതിരെ കേസ് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്താവൂ. എനിക്കറിയാം രേണുവിനെ ഇഷ്ടമുള്ള ഒരുപാട് വ്യക്തികൾ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, അതിനെപ്പറ്റി അവരുടെ കമന്റ് വിടുന്നുണ്ട്. നിങ്ങൾ പച്ചയായ സത്യങ്ങൾ സത്യം എന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കി എടുത്ത് കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ കമന്റ് ഇടുന്നതിന് നമുക്ക് യാതൊരു കുഴപ്പമില്ല. രേണു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നെഗറ്റീവാണ് വേണ്ടത്. എന്നെ ഓരോരുത്തരുടെ തമ്പനയിലുകളിട്ട് ഇങ്ങനെ കാണിക്കും, എങ്ങനെയാണ് ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നല്ലേ പറയാം. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ പിന്നെ നമുക്കും ഇങ്ങനെ ഒന്ന് ഫീൽ ചെയ്യിപ്പിച്ച് നോക്കാം. ഇഷ്ടപ്പെടുന്നത് നോക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. അതിപ്പോ നിങ്ങളിപ്പോ അങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എനിക്ക് എന്റെ പിള്ളേരെ എല്ലാം കൊണ്ടുപോയി വിഷം കൊടുത്ത് എനിക്കൊന്നും ചാവാനേ പറ്റത്തുള്ളൂ. എന്തുവാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? മറ്റേത് പറഞ്ഞപ്പോ നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇതാവുമ്പോൾ ആൾക്കാരിലേക്ക് പോസിറ്റീവായിട്ട് എത്തൂല. അപ്പൊ കാണുന്ന അമ്മമാരും അമ്മച്ചിമാരും
അമ്മച്ചിമാരും വല്യമ്മമാരൊക്കെ അയ്യോ എന്റെ കുഞ്ഞു രേണുമോട് പറയുന്നത് കേട്ടോ നിങ്ങള് അല്ലേ, അങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്താനല്ലേ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇവനെ കുറിച്ചിട്ട് ഇതേപോലെ നമ്മളൊരു വീഡിയോ ചെയ്യുമായിരിക്കുക. അതായത് ഒരുത്തി പേരും ഊരും ഒന്നുമില്ലാത്ത ഒരുത്തിയുടെ വോയിസ്, അങ്ങനെയുള്ള ഒരു വോയിസ് നമ്മളിങ്ങനെ പ്ലേ ചെയ്തിട്ട് ബിച്ചു സ്ട്രോക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ, അവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് അവൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തുള്ള അവസ്ഥ എന്താ? അപ്പോൾ എല്ലാവരും ഇവൻ എങ്ങനെ കാണുന്നുണ്ടാവുക? ഇതല്ലേ ഇവൻ രേണുസുധീരത്ത് ചെയ്തുകൊണ്ടിരിക്കണത്. പക്ഷെ എന്ത് കഷ്ടമാണ്. നമുക്ക് ആദ്യം ഈ ചേച്ചി നമ്മളോട് കാണിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് മുന്നിലേക്ക് കുറച്ചധികം വീഡിയോസ് സംഭവങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, ആ വീഡിയോസിനകത്ത് ഇവരുടെ ഒരു ഇന്റർവ്യൂവിനകത്തുള്ള ഒരു ചെറിയൊരു ഭാഗമുണ്ട്. ആ ഭാഗം ഞാൻ ഇപ്പൊ ഇതിനകത്തൊന്ന് പ്ലേ ചെയ്ത് തരാം. ആദ്യമേ ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിരുന്നോ? എനിക്കറിയില്ല. ഇല്ല. അങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല. ഇല്ല, ഉറപ്പിച്ചു പറയാനില്ല. ഞാൻ അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല. അറിയില്ല. എടാ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ സ്ത്രീകളുണ്ടല്ലോ, നിങ്ങൾ ഒരാളെ വിവാഹം കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചാൽ കഴിച്ചിട്ടില്ല. അറിയില്ല എന്ന് ആരെങ്കിലും പറയണോ? നമ്മുടെ സമ്മതം നമ്മുടെ അറിവും ഇല്ലാതെ ആരെങ്കിലും കല്യാണം കഴിക്കൂടെ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്നും മറ്റേ കല്യാണ സിനിമയിലല്ല, അതിനകത്ത് ഇങ്ങനെ തെന്നി സ്കേറ്റിംഗ് ബോർഡിനകത്ത് തെന്നി വന്ന് മാല എടുത്ത് കഴിച്ച് അയ്യോ അറിയാതെ വീണ് കല്യാണം കഴിഞ്ഞ് ഇനി ഒരു ചെറുക്കനും പെണ്ണ് ഉപയോഗിച്ച് മാല മറ്റൊരു ചെറുക്കനും പെണ്ണ് ഉപയോഗിച്ച് ആ സെറ്റപ്പെല്ലാം നടന്നതാണോ? ഇവരെ മിസ്ലീഡിങ് ഉണ്ടോ? നിങ്ങൾ കറക്റ്റ് ആയിട്ട് മിസ്ലീഡ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് കബളിപ്പിക്കപ്പെടാനായിട്ട് പറയുന്ന ഒരു ലേഡി വേറെ ഈ കേരളത്തിൽ മഷി ടോക്കി കാണത്തില്ലായിരിക്കും. അല്ലാതെ മറ്റാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നോ? വിവാഹം കഴിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലിവിംഗ് ടുഗദർ കോൺസെപ്റ്റിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലൊരു ബന്ധം ഉണ്ടായിട്ടുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ച സുചേട്ടൻ മാത്രമാണ്. അത് ഓക്കെ, അത് ഒറ്റ കൺക്ലൂഷനിൽ അതൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടി. പറയാൻ പറ്റത്തുള്ളൂ. തൽക്കാലം അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് അമ്മമാരും പെങ്ങളും സഹോദരിയും ചേട്ടനും ചേച്ചി എല്ലാവരും ഉണ്ടല്ലോ. നിങ്ങളോട് വിവാഹം കഴിച്ച കാര്യം ചോദിക്കുമ്പോഴത്തെ എനിക്കിപ്പോ അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെയാണോ പറയുന്നത്? കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ട്, ഞാൻ ഒരാളെ കഴിച്ചിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. ലീഗലി ഒരാളെ ഉള്ളൂ, നിങ്ങൾ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുക, അത്രയല്ലേ ഉള്ളൂ. അപ്പം ലീഗലി അല്ലാതെ എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണല്ലോ ചേച്ചിക്ക് ഇതുപോലുള്ള അഭിപ്രായങ്ങൾ വന്ന് പറയേണ്ടി വരുന്നത്. ഇവിടെ ചെങ്ങായി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവൻ എന്താ പ്രശ്നം? എന്ത് ഊളയാണ് ഇവര് തലക്കകത്ത് വേറെ സാധനം കിടന്നിട്ടാണ് കളിക്കണത്. ബുദ്ധിയല്ല, വേറെ രീതിയിലുള്ള ബുദ്ധിയാണ്. വേറെ പല സ്ഥലങ്ങളിൽ ഉണ്ടാവണ അവയവ അവിടെ കയറിയിട്ടാണ് കളിക്കണമെന്നാണോ? അതിൻ്റെ ഇഫക്റ്റ് കൊണ്ട് അപ്പം ചിന്തിക്കണമെന്നാണോ? ഇവ എന്ത് മൈരത്തരം ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കണത്? ഇവിടെ ചെങ്ങായി അവൾക്ക് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ തന്നെ എന്താ പ്രശ്നം? നീ ഏത് കണ്ണുകളിലൂടെ കാണാണത്? സദാചാരം കളിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്താ ഇവരൊക്കെ പറയുക? ഒരാളെ സ്ലട്ട് ഷെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കണത്. ഇവൻ സ്ലട്ട് ഷെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ വലിയ ഒഫൻസാണ്. അതെങ്ങാനും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അവളെങ്ങാനും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളിൽ കിടക്കും. രേണുസുധിക്ക് ആരെയും ചോദിക്കാനുണ്ടെങ്കിൽ ഇവൻ്റെ ചെകിട്ടത്താട്ടി വീഴും, ഉറപ്പാണ്. അതായത് ചോദിക്കാനും പറയാൻ ആരില്ല എന്നുള്ള ഇതിൽ ഇവൻ ചെയ്യാണ്. പക്ഷെ എന്താ ചെയ്യുക? ഇതിനെതിരെ പ്രതികരിക്കുന്ന സ്ത്രീകൾ ആരുമില്ല. ആ സംഗതി ആലോചിക്കുക. ഒരാൾ പോലും ഇങ്ങനെ പറയരുത് എന്നുള്ളത് അങ്ങനെ ഒരു കമൻറ്റ് ഒന്നുമില്ല. ആൾക്കാരെ കണ്ട് രസിക്കുകയാണിത്. അത് അവൾ നന്നാവാൻ പാടില്ലല്ലോ എന്നായിരിക്കും ആൾക്കാർക്ക്. അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, അവൾ നന്നാവരുത് എന്നുള്ള രീതിയിൽ തോന്നുന്നു. ഇത് നാളെ നിങ്ങളെക്കുറിച്ചും ആരെങ്കിലും ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ തന്നെ ഒരു നാട്ടുമ്പുറത്ത് ജീവിക്കുമ്പോൾ ഊഹിക്കാവുന്നതാണ്. ഈ നാട്ടുകാർ മൊത്തം അവളുടെ സ്വഭാവം ശരിയില്ല, അവൾക്ക് അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞ് കുറേ വർത്താനം അതും ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇതിവിടെ പബ്ലിക്കായിട്ട് യൂട്യൂബിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ചുമ്മാ ഗോസിപ്പല്ല, ഇത് വേറൊരു ലെവലിലുള്ള വളരെ വൾഗറായിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ പെണ്ണുങ്ങൾക്ക് കൂടി മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ എന്താ നിങ്ങളൊക്കെ പറഞ്ഞിട്ട് കാര്യം? കഷ്ടം. ഇപ്പം ഒരു മെന്ററായിട്ട് ആരോ ചേച്ചിക്ക് നിപ്പുണ്ട്, കൃത്യമായിട്ട് അജണ്ടകൾ പറഞ്ഞു തരാനായിട്ട്. ആ മെന്ററിന്റെ പാളിച്ച് ഈ സംഭവം. കാരണം കാണുന്ന ആൾക്കാരെല്ലാം ഊളകളല്ല, ആ പറഞ്ഞു തന്ന മെന്റർ ചിലപ്പോൾ ഊളയായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതുപോലുള്ള അഭിപ്രായങ്ങൾ കൊണ്ടുവരുന്നത്. എന്ത് സംഭവം എന്ന് അറിയോ? ഇത് ഇവിടെ വെച്ചെങ്കിൽ ഇട്ടിട്ട് നേരെ ബിഗ് ബോസിലേക്ക് പോകും. ബിഗ് ബോസിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിന് അവിടുത്തെ ഘടന കഥ പറയാനായിട്ട് ഒരു അവസരം കിട്ടില്ല. ആ ഘടന കഥ കിട്ടുമ്പോഴത്തേക്കിന് ഇതിന്റെ ബാക്കി പൊലിപ്പീര് അവിടെ കിടന്ന് പൊലിപ്പിക്കും. അപ്പൊ ഈ പറയുന്ന വെൽഡർ വിനുവോ അല്ലെങ്കിൽ പാത്ര അച്ഛനോ ഒക്കെ ചാടി വെളിയിൽ വരും. അവന്മാരെ എല്ലാവരും ബിഗ് ബോസിനകത്ത് തേച്ചൊട്ടിക്കും. ഇപ്പൊ ഇവര് നോക്കുമ്പോഴത്തേന് എന്താ, ഒരു ഇന്റർനാഷണൽ ഷോ, ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസിലേക്ക് അവർ പറയുന്ന കാര്യങ്ങൾ എത്തുന്നു. ഇതൊരു കേവലം എന്തോ ഈ പറയുന്ന ഒരു യൂട്യൂബ് സോഷ്യൽ മീഡിയക്കകത്ത് വരുന്ന ഒരു ഇന്റർവ്യൂ ആയിരിക്കത്തില്ല. അതിൽ കൂടുതൽ ഓഡിയൻസിലേക്ക് സാറ്റലൈറ്റ് ചാനലിലേക്ക് എത്തുമ്പോഴത്തേക്കിന് ഞാൻ പറയുന്നതായിരിക്കും സത്യം. അങ്ങനെ എത്തുന്നു ഒന്നുമില്ല.
പണ്ടത്തെ ഒരു സനയുടെ കഥ അറിയാമല്ലോ, തോക്കുമായിട്ട് പോയി ലവറിനെ തലയ്ക്ക് വെടികൊണ്ട കഥ, വലിച്ച് കീറി ഉടപ്പി കളത്തിലെല്ലാം പറഞ്ഞു കഴിഞ്ഞാ. ഓക്കെ, അല്ല തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴാണ് ഇതിന്റെ ഒരു സംശയം ജനിക്കുന്നത്. ഈ കള്ളത്തരം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചു കയറി മനസ്സിലല്ല. അപ്പോൾ ഇവൻ സത്യാവസ്ഥ കണ്ടുപിടിച്ചു എന്നാണോ നിങ്ങൾ വിചാരിക്കണത്? ഓൻ എന്ത് കോപ്പ അറിയണത്? ഓൻ എവിടുന്നെങ്കിലും ആരെങ്കിലും ഒരു ഇന്ന ആളുടെ വോയിസ് ഇത് ശരി അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഇത് AI-യുടെ ഒക്കെ കാലമാണ്. അയ്യോ ഇനിയിപ്പോൾ അതിൽ പിടിച്ചു തൂങ്ങണ്ട, നാറിത്തരം കാണിക്കണത്. നിങ്ങളൊരു കാലിച്ചേക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഇവൻ രാവിലെ ഉണീറ്റ് ഇവൻ തോന്നുകയാണ്, ഓ ഒരു വീഡിയോ ചെയ്യണം, നമുക്കൊരു പണി ചെയ്താലോ. എന്നാ എടി ഈ ഒരു പണി ഇങ്ങനെ ഒരു വോയിസ് ഇടി, ഞാനത് റെക്കോർഡ് ചെയ്യാം നമ്മൾ സംസാരിക്കണ പോലെ. എന്നിട്ട് ഇത് രേണുസുധീന് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ രേണുസുധീരെ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് പറയുന്ന പോലെ എനിക്ക് വീഡിയോ ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിലോ? അങ്ങനെ ആയിരിക്കാനാണ് ഇക്കോ വന്നത്, അങ്ങനെയും ചെയ്യുവാൻ. ഇനിയിപ്പോൾ അഥവാ ശരിക്കുള്ള ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരിക്കും, അതായത് അറിയാവുന്ന ഒരാൾ. എടോ ഒരു കാര്യം, നമുക്ക് ഒരേ വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് തന്നെ മറ്റാളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാൽ പലപ്പോഴും മനസ്സിലാവില്ല. ഇപ്പോൾ ചില ആളുകൾ കണ്ടില്ലേ, ഡിവോഴ്സ്ഡ് ആയ ആളുകൾ പെണ്ണുങ്ങളുടെ ആ പെണ്ണിനോടൊക്കെ തന്നെ പറയണ്ടേ അണക്ക് എന്തിൻ്റെ കുറവാണ്, എന്തിൻ്റെ കേടാ, ഈ എന്തിനാ ഓനെ ഇന്ന് ഡിവോഴ്സായി എന്നൊക്കെ. അതായത് കൂടെ ഒരേ കുടുംബത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാവുണ്ടാവില്ല. അവരുടെ ഇടയിൽ പലരും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് ഇവനെന്താ അപ്പോഴാണ് അടുത്ത വീട്ടിൽ വരുത്തി വന്നിട്ട് പറയണത്, ആ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്തുവാടേ, എന്താ ഉദ്ദേശിക്കണത്? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും നമുക്കറിയാത്തത്? കഷ്ടം. കാരണം അത് ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല. ആ ചോദ്യത്തിൽ ഒന്ന് കുഴങ്ങിപ്പോയ പോലെ തോന്നുന്നു. ഇത്ര നേരം നല്ല ഓണായിട്ടിരുന്നിട്ട് ഇപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇല്ലില്ല, അതല്ല, അത് കുറച്ച് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അതിപ്പം നമുക്കത് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് നടത്താൻ പറ്റാത്ത ചോദ്യമാണ്. നമുക്ക് ഞാൻ വ്യക്തമായിട്ട് പറയാണ്, ഞാൻ പിന്നീട് അത് ക്ലാരിഫിക്കേഷൻ ആയിട്ട് വരും. അതായത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുപോലെ തന്നെ എന്നെ ആരും താലിയും കെട്ടിട്ടില്ല സൂചിച്ചോളല്ലാണ്ട്, അല്ലാണ്ട് ആരും ഈ ലിവിംഗ് ടുഗദറും ഇല്ലായിരുന്നു. പക്ഷെ അതിന്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് അത് പറയുന്നതായിരുന്നു. ഇപ്പൊ അത് പറയാൻ അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലാണല്ലോ ഉത്തരം. എന്നാലും ഉത്തരം പറഞ്ഞല്ലോ, അത് ഉത്തരമായിട്ടില്ല. ഇല്ല എനിക്ക് സാധാരണ എന്ത് ചോദ്യത്തിനും കൃത്യമായിട്ട് മറുപടി തരുന്ന രേണുസുധിയിൽ നിന്നുള്ള ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനത് ക്ലാരിഫിക്കേഷൻ നടത്തുന്നില്ല. ഓക്കെ. അപ്പൊ അതിനുശേഷം കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടെ എനിക്ക് അത് ഇത് ആരാണ് എന്താണ് എവിടുന്നാണെന്ന് എനിക്കും അറിയണം. എന്നിട്ടേ ഞാനത് ക്ലാരിഫിക്കേഷൻ പറയത്തുള്ളൂ. ഇത് എവിടുന്ന് ഉത്ഭവിച്ചതാണെന്ന് എനിക്കും അറിയണം. അത് ഞാൻ കണ്ടുപിടിക്കും. ആ വ്യക്തിയിൽ നിന്നാണോ ഇനി ഉത്ഭവിച്ചത്? എനിക്കറിയില്ല. അത് കൃത്യമായിട്ടൊരു ചോദ്യമായിരുന്നു കേട്ടോ. ആ വ്യക്തിയിൽ നിന്നാണോ ഉത്ഭവിച്ചത്? അവരൊന്ന് കുഴഞ്ഞ് അപ്പൊ എന്തായാലും നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പുറത്തു പറയാൻ ഇനി കഥ ആരാ കുത്തിപ്പോയിക്കൊണ്ട് പറയാം. അത് നടന്നിട്ടുണ്ട് ഇവരാണ് തീരുമാനിച്ച്. ഇവരാണല്ലോ ഫാക്ട് ചെക്ക് ചെയ്തിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ വേണ്ടിയിട്ട് ന്യായാധിപൻ കോടതിയിൽ, ഇവൻ്റെ കോടതിയാണ്, ഇവൻ്റെ സോഷ്യൽ മീഡിയ കോടതി, ബിറ്റു സ്ട്രോക്ക് എന്നുള്ള ചാനൽ. നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ചേച്ചിക്ക് ബിഗ് ബോസിൽ പോയി പൊളിക്കാൻ വേണ്ടിയുള്ള ഒരു സാധനമാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന ചേച്ചി അവിടെ കൊണ്ട് പൊളിക്ക്. അപ്പൊ നമുക്ക് ഇവിടെ വ്യക്തമായ ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഇവിടെ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പൊളിച്ചു തരുന്നതായിരിക്കും, യാതൊരു കുഴപ്പമില്ല. ഇനി ഇവരുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ത്രീ, അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഇവരെന്താണെന്നും അവിടെ എന്താണ് നടന്നതെന്നും, കൊല്ലം സുധീർ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എന്താണ് നടന്നതെന്നും ചുറ്റിപ്പറ്റിയ കുറച്ചധികം കാര്യങ്ങൾ നല്ല വ്യക്തമാക്കി അത് പറയുന്നുണ്ട്. ഈ പറയുന്ന വോയിസിനകത്ത് ചിലപ്പം ഇവർക്കുള്ള വൈരാഗ്യങ്ങൾ ചില ഭാഗങ്ങളിൽ നമുക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷേ അതിനകത്ത് ജെനുവിൻ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇത് സത്യമാണ് എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏരിയയിലേക്ക് വരിക. അവിടെ പറയാനായിട്ട് ആൾക്കാർ വിതുമ്പി നിൽക്കുകയാണെന്നാണ് പറയുന്നത്. നമുക്ക് ആ വോയിസ് കിട്ടുന്നത് കണ്ടു നോക്കാം. ഓക്കെ, ഈ ആളിൻ്റെ പേരില്ലേ, പേര് പറയടാ ഊളെ, ആളിൻ്റെ പേര് പറയാണ്ട് ചുമ്മാ ഒരു വോയിസ് കൊണ്ട് വരികയാണ്. പിന്നെ ആൾക്കാർ ഇത് അറിയാൻ വേണ്ടി ആ നാട്ടിൽ പോയിട്ട് ആൾക്കാരെ ഇത് അന്വേഷിച്ചുകൊണ്ട് വെക്കുക. ഒരു കോമൺ സെൻസ് ഇല്ലേ? ആരെങ്കിലും ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോവുക. ആൾക്കാർക്ക് ഇതാണല്ലോ പണി. ഇത് സോഷ്യൽ മീഡിയ ഒരു വീഡിയോ രേണുസുധി മോശക്കാരിയാണല്ലോ ഇങ്ങനെ ഇട്ട് തള്ളുകയാണ് ചെയ്യുക പലരും ആൾക്കാരും. അല്ലാണ്ട് രേണുസുധിയുടെ നാട്ടിൽ പോയിട്ട് ഞങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിൽക്കുക. അപ്പോൾ അതിനാരും പൊതുവേ നിൽക്കൂല. അപ്പം എന്താ വെച്ചാൽ ഇവൻ പറയുന്നത് സത്യമാണെന്ന് ആളുകൾ എടുക്കും. പക്ഷെ എന്ത് കഷ്ടപ്പെടും ഇടൂ. ഞാൻ ആലോചിക്കുന്നു ഇവൻ്റെ കുടുംബത്തിൽ ഉള്ള ആളുകളെക്കുറിച്ച് ഇവനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വീഡിയോ ചെയ്ത ഇവൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഇവനൊരു എമ്പതി പറഞ്ഞ സാധനമല്ലേ, ഇപ്പം ഒരു മനുഷ്യനല്ലേ. പക്ഷെ എന്ത് കഷ്ടം, ആരെക്കുറിച്ചും എന്താണ്ട് വിളിച്ച് പറയുക എന്നുള്ളൊരു ലെവലിലാണ് ഇവൻ. സ്ലഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രേണുസുധീനെ, സ്ലഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ മരിച്ചുപോയ ഒരാളെക്കുറിച്ച് അത്രയും നെഗറ്റീവായിട്ടാണ് ഇപ്പോൾ ഈ സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോ മനസ്സിലാവണില്ല.
ഒരു ദിവസം മനസ്സിലാവണില്ല അല്ല കാശ് കിട്ടാൻ വേണ്ടിയുള്ള കളിയായിരിക്കേ. അങ്ങനെ വഴക്കുണ്ടായെന്ന് വെച്ചാൽ കിച്ചുവിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു. ഈ കിച്ചുവിന് ഇവർക്ക് വലിയ താല്പര്യമില്ലാത്ത കിച്ചുവിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കാന്നും പറഞ്ഞായിരുന്നു ഒരു ദിവസം വഴക്ക്. കിച്ചുവിന് വലിയ താല്പര്യമില്ല രേണുസുതിക്കുന്ന ഈ ഏത് ഊളപ്പെണ്ണ് ഇത് ഇങ്ങനെ ഇവിടെ എന്ത് അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയണത്? കിച്ചു അങ്ങനെ വന്നിട്ട് പറഞ്ഞോ? കിച്ചു ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടല്ലോ കൃത്യമായിട്ട് എൻ്റെ അമ്മയാണ് രേണുസുതിന്ന്. അപ്പോൾ ആ വാക്കിനൊന്നും ഇവിടെ വിലയില്ലേ? ഷോ പിന്നെ ഒരു ദിവസം സുതി മരിക്കുന്നതിൻ്റെ ആ ഒരു വീക്കിൽ ഇവർ വഴക്കുണ്ടാക്കിയത് രേണുവിന് മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു വഴക്ക്. ഇത് ഈ പറഞ്ഞ ഫാമിലി മാറ്റർ അവർ വഴക്കിടുന്നത് അത് കാര്യങ്ങൾ മൂത്ത മോനും ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തതിന് അവർക്ക് തമ്മിലൊരു ചെറിയ സംസാര വിഷയമൊക്കെ ഉണ്ടായിരുന്നു. മേ ബി അത് ഫാമിലി ആകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ഓക്കെ, കിച്ചു ആ കൊച്ചിന് കാര്യങ്ങളെല്ലാം അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നില്ല. അതെ, അതിന് കാര്യങ്ങളെല്ലാം അറിയാം. ഇവർ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ആ കൊച്ചിനറിയാം. അതുകൊണ്ട് അത് മിണ്ടാതിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ആ കൊച്ചു മിണ്ടാതിരിക്കുന്നത്. പിന്നെ അത് ഈ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കത്തില്ലായിരുന്നു. എന്താണ് ഇവർ തീരുമാനിച്ചേർക്കാണ് കിച്ചൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ട് പ്രശ്നം ഉണ്ടാവുക വെച്ചിട്ട് ഇങ്ങനെ പറയാണ്ടിരിക്കണതെന്ന്. കിച്ചുവിന് പ്രായം എത്ര? 20 വയസ്സല്ലേ? നല്ലത് ഏതാ ചീത്ത ഏതാ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടണ ഒരു പ്രായമായില്ലേ? ഈ പെണ്ണുമ്പിള്ളയാണോ പിന്നെ ഇതിൻ്റെ നല്ലതും ചീത്തയൊക്കെ പറഞ്ഞു കൊടുക്കാൻ കാര്യങ്ങളൊക്കെ? വെളിയിലായിരുന്നു ഫുഡ് കഴിച്ചോണ്ട് വന്നത്. പിന്നെ ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഈ സുതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹോട്ടലിൽ താമസിക്കുന്നത് പോലത്തെ ഇതായിരുന്നു. വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുക എല്ലാവരും. വീട്ടിൽ ഫുഡൊന്നും വെക്കത്തില്ല. അഥവാ വെച്ചാൽ പുള്ളിക്കാരനാണ് വെക്കുന്നത്. സുതി ഈ പറഞ്ഞ കാര്യവും അവരുടെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടായിരുന്നു. പുറത്തുനിന്ന് കഴിക്കണം അകത്തുനിന്ന് കഴിക്കണം എന്നൊക്കെ ഉള്ളത് അവരുടെ തീരുമാനമായിരിക്കും, അവരുടെ ഇഷ്ടമായിരിക്കും. നമുക്ക് അതിനകത്ത് അഭിപ്രായമുള്ള കാര്യമില്ല. പൈസ ഉണ്ടെങ്കിൽ അവർ പുറത്തുനിന്ന് കഴിക്കും, പൈസ അല്ലെങ്കിൽ അകത്തുനിന്ന് കഴിക്കും, അത്രേ ഉള്ളൂ. അതിപ്പോൾ ജാടയായിട്ട് എടുക്കാം, ജാട ഇല്ലാതെ എടുക്കാം, പണി ചെയ്യാൻ വയ്യാത്തതുകൊണ്ടെന്ന് എടുക്കാം. അത് അവരുടെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം. പിന്നെ ഈ കിച്ചുവിനെ സംബന്ധിച്ച് ഇപ്പം ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു സത്യം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവന് ഇവരോട് വലിയ അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. കാണുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം. അവരിവിടെ തന്നെ ഉണ്ട്, വീട്ടിൽ തന്നെ ഉണ്ട്, ഇവിടെ വ്ളോഗും കാര്യങ്ങളും അവന്റെ പരിപാടിയായിട്ട് ഇവിടെ നിൽക്കുന്നു. അങ്ങോട്ട് വലിയ ബന്ധങ്ങളുള്ളതായിട്ടോ അല്ലെങ്കിൽ അമ്മയെ കാണാൻ പോയിട്ടുള്ള ഒരു വീഡിയോ പോലും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും ആ ചെറുക്കൻ പറയുന്നത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല. അതുകൊണ്ട് ഇവർ ഈ പറഞ്ഞതിനകത്ത് ആ ചെറുക്കന്റെ കാര്യം പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാവും. ബാക്കി ഇനിയാണ് ഹൈലൈറ്റ് കാര്യങ്ങൾ വരുന്നത്. അതെങ്ങനെ മനസ്സിലാവണത്? ഇവിടെ ഈ ചെങ്ങായി ഊളയൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അവർ അപ്പോൾ ഇജ്ജി എന്ത് ചെയ്തുകൊണ്ടിരിക്കണത്? ഇജ്ജി വീഡിയോയിൽ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, വ്ളോഗിലൊക്കെ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് മാത്രം സത്യം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അതായത് അപ്പോൾ ഈ കിച്ചു അമ്മേനെ കാണാൻ പോകുന്നത് ഇതൊക്കെ വ്ളോഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വിശ്വസിക്കുള്ളൂ അല്ലേ? അല്ലെങ്കിൽ വിശ്വസിക്കില്ല. അവരുടെ ഇടയിൽ സ്നേഹം ഉണ്ടെന്ന് ഈ വിശ്വസിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇവനെ കുറിച്ചിട്ട് നമ്മൾ ഈ കാണണത് വ്ളോഗിൽ ഇവൻ്റെ വീഡിയോസിൽ ഈ സാധനം മാത്രമാണ്. അപ്പോൾ ഇത് മാത്രമാണോ ഇവൻ? അപ്പോൾ ഇവന് ഇവൻ്റെ വീട്ടുകാരോട് സ്നേഹമൊന്നുമില്ലേ? കാരണം നമ്മൾ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ ഇത്. എന്ത് കഷ്ടമാണ് എങ്ങോട്ട് പോയോണ്ടിരിക്കണത്. 2025 ഒരു ലോജിക്കും ഇല്ലാണ്ട് ഒരാളെങ്ങനെ ഒരു സ്ലക്ഷയം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് ചെയ്യണ ഒരു വീഡിയോ. ഇത് വിശ്വസിച്ചിട്ട് ആളുകൾ രണ്ടാമത് കല്യാണം കഴിച്ചു, മൂന്നാമത് കല്യാണം കഴിച്ചു, അവൾ അങ്ങനെയായിരുന്നു. പിന്നെ മറ്റേ പെണ്ണുമ്പിള്ള പറയുന്നത് കേട്ടാൽ തന്നെ മനസ്സിലാവും എന്തായിരുന്നു കുശുമ്പ് കുന്നായ്മയുടെ ആള്. അവർ പുറത്തുനിന്നായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നു, വീട്ടിൽ വെക്കലായിരുന്നു. അതിന് എന്നാ ഇജ്ജ് കൊണ്ടേ വെച്ചെടുക്ക്. ഒരു 10 കിലോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കൊണ്ടേ കൊടുക്കായിരുന്നില്ലേ? എന്ത് കഷ്ടം. എനിക്ക് സംസാരിക്കുമ്പോൾ എന്തൊരു പോലെയോട് എന്ത് കഷ്ടമാണ്. വഴക്കുണ്ടായെന്ന് പറഞ്ഞത് സുധി മരിക്കുന്നതിൻ്റെ ആ ആഴ്ചയിൽ ഒരു വഴക്കുണ്ടായിരുന്നു. അന്ന് സത്യം പറഞ്ഞ് ഇവരുടെ ബന്ധുക്കളെല്ലാം അന്ന് വന്നതായിരുന്നു. അന്ന് വന്നത് കണ്ടായിരുന്നു ഞങ്ങളൊക്കെ. പിന്നെ നമ്മളൊന്നും ഈ കാര്യങ്ങൾ ഭാഗത്തൊന്നും കൂടുതലായിട്ട് പോയി ഇടപെടും. കാരണം നമ്മൾ കുറേ ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ അവയുള്ള അയൽവക്കംകാരൊന്നും വലുതായിട്ട് ഇതിനകത്തൊന്നും ഇടപെടാനൊന്നും പോകത്തില്ല. പിന്നെ അവർ കിടന്ന് കാണിക്കുന്നു, ഓരോന്ന് ചുമ്മാ കിടന്ന് കാണിച്ചു കൂട്ടുന്നു, ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. ഈ നാട്ടിലുള്ള ആരോട് വന്ന് ചോദിച്ചാലും ഇവരെ കുറിച്ച് നല്ല ചീത്ത കാര്യങ്ങളല്ലാതെ നല്ല ഒന്നും പറയാനില്ല, ആർക്കും പറയാനില്ല. കാരണം അങ്ങനെയാണ് ഇവിടെ താമസിച്ചത്. അല്ലെങ്കിൽ നമ്മളെ കുറിച്ചും ഇവിടെ നാട്ടിൽ വന്നിട്ട് ആൾക്കാരുടെ എൻ്റെ കാര്യമല്ല കേട്ടോ പറയുന്നത്, പല ആളുകളെ കുറിച്ചും പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ചിട്ട് അത്യാവശ്യം കോൺഫിഡൻസ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം ദുരിതം അനുഭവിക്കുന്നവർ എന്തായിക്കോട്ടെ, നമ്മൾ മാങ്ങയുള്ള മരത്തിലെ കല്ലേറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരിയില്ലേ ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്ത് കഷ്ടമാണ്.
ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു സ്ത്രീയാണ് വിചാരിക്കുക. അത് വിചാരിക്കില്ല, നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആൾക്കാർ എന്തൊക്കെ പറയണ്ടാവിച്ചിട്ട് പലതും പറയണ്ടായിരിക്കും. അവളുടെ സ്വഭാവം ശരിയല്ല, അങ്ങനെ എന്നൊക്കെ. അത് എടുത്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തു വിചാരിക്കുക ആരെങ്കിലും ഒരാൾ, അപ്പം നിങ്ങൾക്ക് ഞാൻ പറയണത് ഫീൽ ചെയ്യണ്ടായിരിക്കും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടായിരിക്കും. നമ്മളെക്കുറിച്ച് നാട്ടുകാർ നല്ലത് പറയണമെന്നുണ്ടോ എന്ന് വിചാരിച്ച് അത് സത്യമാവണമെന്നുണ്ടോ? ചെയ്ത് കാട്ട് കൂട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു ദിവസം ഇവിടെ ഉള്ളതൊക്കെ പറഞ്ഞു കേട്ടോ, എല്ലാവർക്കും അറിയാം ഈ കേസോട്ട്. ഒരു ദിവസം പിന്നെ സുധിയുടെ കല്ലറയിൽ ഇവൾ ചെന്നപ്പം അവിടെ ഏതോ ഒരു ചേട്ടൻ അവളടുത്തത് എന്നാ വന്നേന്ന് അങ്ങനെ എന്തോ ഉള്ളോട് ചോദിച്ചപ്പോൾ ഇവൾ പെട്ടെന്ന് അതായത് പീഡനശ്രമമാക്കിയിട്ടുകൊണ്ട് കേസ് കൊടുത്ത് പുള്ളി എടുത്തുകൊണ്ട് നഷ്ടപരിഹാരമായിട്ട് പുള്ളി എടുത്തുകൊണ്ട് 10,000 രൂപയും വാങ്ങി. ക്ലാരിഫൈ അല്ല, എന്ത് ഊളത്തരാണ് ആ പെണ്ണുമ്പിള്ള പറയണത്. പീഡനശ്രമമാണെന്ന് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 10,000 രൂപ നഷ്ടപരിഹാരമല്ല, അത് ഡയറക്റ്റ് ആ സാധനം വൻ സീനായിരിക്കും. അത് ഇവിടെ നിയമവും കോടതിയൊന്നും ഇല്ലേ, പിന്നെ നഷ്ടപരിഹാരമായിട്ട് 10,000 രൂപ വാങ്ങിച്ചാൽ പീഡനശ്രമത്തിന് അങ്ങനെയാണോ ഉണ്ടാവുക? ചിന്ത കഷ്ടമാണ്. ഈ സംസാരിക്കണ പെണ്ണുമ്പിള്ളയുടെ ഒരു IQ ലെവൽ ഞാൻ ആലോചിക്കായിരുന്നു. ആരോട് വന്ന് ചോദിച്ചാലും അവളെ കുറിച്ചുള്ള തനി നിറം, അവളെ കുറിച്ച് നല്ലതാരും പറയത്തില്ല എന്നൊരു പറയുന്നുണ്ട്. മിക്കവാറും ഇനിയിപ്പോ ബിഗ് ബോസിലേക്കൊക്കെ എത്തുമ്പോഴത്തേന് തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ അയൽപക്കത്ത്, നിങ്ങളുടെ വീടിന്റെ അടുത്ത് എല്ലാം ഇതുപോലുള്ള മാധ്യമങ്ങൾ എത്തുമായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ കാര്യം എല്ലാം പ്രോപ്പറായിട്ട് ഒറ്റക്കെട്ടോടുകൂടി പറയാനായിട്ട് സാധിക്കണം. കള്ളത്തരങ്ങളൊന്നും മെനയില്ല, ഉള്ള കാര്യം ഉള്ളതുപോലെ തന്നെ കൃത്യമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സത്യസന്ധത ഇവിടെ നിന്ന് മനസ്സിലാക്കിപ്പിക്കാം. അപ്പം രേണുവിന് അവിടെ ബിഗ് ബോസിനകത്തിരുന്നോണ്ട് പുറത്തോട്ട് നോക്കി ഇതിന്റെ സത്യസന്ധത എന്താണെന്ന് വെളിപ്പെടുത്താനും പറയും. പിന്നെ രണ്ടാമത് പറഞ്ഞ കാര്യം, സുധിയുടെ കല്ലറകളിലേക്ക് ചെന്നപ്പോഴത്തേക്കിന് അവിടെ ഒരാള് എന്താണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് പീഡനശ്രമത്തിന് കേസ് കൊടുത്ത് 10,000 രൂപ മേടിച്ചു എന്നൊരു കാര്യം. അത് ഒരിക്കലും ക്ലാരിഫൈ ആവുന്ന ഒരു കാര്യമില്ല. ഒരു കാര്യം സംസാരിച്ച, അതായത് വെർബൽ റേപ്പിനകത്ത് ഇങ്ങനെ ഒരു കേസായി അതിന് 10,000 രൂപ ഒരു ഇവൻ എങ്ങനെ ഇത് വെർബൽ റേപ്പ് എന്നുള്ളതുകൊണ്ട് ഇവ എങ്ങനെ ഇത് മനസ്സിലാക്കിയത്? വെർബൽ അല്ലെങ്കിൽ വെർബൽ റേപ്പ് എന്ന് ഇവൻ എങ്ങനെ മനസ്സിലാക്കിയത്? ആ പെണ്ണുമ്പിള്ള പറയണേൽ അത് അങ്ങനെയല്ലല്ലോ പറഞ്ഞു. പീഡനശ്രമം എന്ന് എന്തോ പറഞ്ഞപ്പോഴേക്ക് പീഡനശ്രമമാണെന്ന് എടുത്തു തോന്നുന്നു. അന്ന് അവൻ ചിന്തിച്ചു കൂട്ടിയായിരിക്കും ഇതിങ്ങനെയാണെന്ന്. ഇതേപോലെ തന്നെ ചെങ്ങായി, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം അതിനെ അനലൈസ് ചെയ്യാനുള്ള മിനിമം ബുദ്ധി ഈ യൂട്യൂബ് വീഡിയോ കാണുന്ന ആളുകളും കാണിച്ചാൽ എത്ര നന്നായിരിക്കും. നാളെ നിങ്ങളെക്കുറിച്ച് ഓൻ ചിലപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യും, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ സംഗതി എന്നിട്ടോ. അതായത് ഒരാൾ എങ്ങനെയെങ്കിലും അവരെ കഷ്ടപ്പാടെന്ന് മുന്നേറി വരുന്ന സമയത്ത് അവർ നാട്ടുകാരിങ്ങനെ പറഞ്ഞു, മറ്റേ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് അവരുടെ ചരിത്രം ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ ഇനിയും വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും ഇങ്ങനെ ആളുകളെ കുറിച്ചിട്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരിക്കും, അപ്പോൾ മനസ്സിലാവും ഓൻ എന്തത് പ്രശ്നം എന്ന്. ഞാൻ ആലോചിക്കുന്നത് ഇവൻ്റെ വീട്ടുകാരെ കുറിച്ച് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന് എന്താ തോന്നുന്നുണ്ടായിരിക്കുക, ഈ കഥ മനസ്സിലാവാത്ത. അല്ലെങ്കിൽ ഇവനെ കുറിച്ച് വേറൊരാളിങ്ങനെ അവൻ്റെ നാട്ടുകാർ ഇങ്ങനെ പറയണു, അവൻ ശരിയല്ല, അവൻ്റെ സ്വഭാവം ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്താൽ ഇവൻ എന്താ തോന്നുക? ഇവിടെ മനുഷ്യന്മാരെ എന്ത് കഷ്ടമാണ്. ആളുകൾക്ക് ഫീലിങ്സ് ഇമോഷൻസ് ഒക്കെ ഒന്നുമില്ലേ. ഇവൻ മനുഷ്യനല്ല, വേറെന്തോ ജന്തുവാണ് ഇവൻ. പറയുന്നത് കേസാവുന്ന കാര്യമാണ്, ആളകത്ത് പോയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ. അല്ലാതെ ഇത് സാമ്പത്തിക ഇടപെടൽ ആരും അറിയാതെ മറ്റേ പുതപ്പ് മൂടല്ല, തോർത്തിട്ടിട്ട് അതിൻ്റെ അടിയിൽ കൂടെ പോത്ത് കച്ചവടമൊന്നും അല്ലല്ലോ. അപ്പം അത്യാവശ്യം കേസായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ ഏത് കോടതി അല്ല ഏത് സ്റ്റേഷന് പരിധി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചകഞ്ഞെടുക്കാൻ പറ്റുന്ന കാര്യമായിരിക്കും. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ ഇതൊരു പീഡന ആരോപണം ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വലുതായിട്ട് സംസാരിക്കേണ്ട. ഇൻ കേസ് ചിലപ്പം ആ പോയ സമയത്ത് എന്തെങ്കിലും ഒരു മിസ്ബിഹേവ് ചെയ്ത കാര്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്നതൊക്കെ വെറും വായ്ത്താളം മാത്രമായിപ്പോൾ. അതുകൊണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ പറ്റുമെങ്കിൽ അകത്ത് പോകുന്നതിന് മുമ്പ് കുഞ്ഞൊന്ന് പറഞ്ഞേ, ഏത് കുഞ്ഞാരാ രേണു കുഞ്ഞ ഒന്ന് പറഞ്ഞു വെക്കണേ. ഈ നാറി എന്താ പറയണത്? ഇവിടെ വിക്ടിമാരാ. ഇനിയിപ്പോൾ അങ്ങനെ സംഗതി അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വെർബൽ റേപ്പ്, വെർബൽ അബ്യൂസ് ആ ഒരു സംഗതി അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ വിക്ടിമാരാ. വിക്ടിം രേണുസുതിയാണ്. വിക്ടിം നടന്നിട്ടുള്ള ഒരു കാര്യം പറയണത് ഇവൻ പറയണ്ടല്ലോ. അപ്പോൾ ഇവിടെ വിക്ടിമിനെ ഇവൻ ഇൻസൾട്ട് ചെയ്യണത്. ചേട്ടാ ഒരു ഇപ്പോൾ ഇവിടെ പീഡനം നടത്തുന്നൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയില്ല. അത് ആ വിക്ടിം തന്നെ വന്നിട്ട് പറയണമെന്ന് പറയുമ്പോൾ ആ വിക്ടിമിനെ ഇവ ഒരു തരത്തിൽ പറഞ്ഞ് അധിക്ഷേപിക്കുകയാണ് ചെയ്യണത്.
ആളുകളോട് ഈ വിക്ടിമിനോട് ആളുകൾക്ക് എന്താ തോന്നുക? ഒരു എമ്പതി, അവരെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയല്ലേ ചെയ്യുക? ഇപ്പം സപ്പോർട്ടാണോ ചെയ്യണത്? വീണ്ടും തരം താഴത്തെ ഇൻസൾട്ട് ചെയ്യുക, സ്ലട്ട് ഷെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവൻ ചെയ്യണത്. ഒരു ക്രിമിനൽ ഒഫൻസാണോ അവൻ ചെയ്തുകൊണ്ടിരിക്കണത്? നാറി. ഈ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്ന ഈ ചുമ്മാതെ വന്നിരുന്ന ഈ നുണ പറയുന്നത് എല്ലാവരും ഈ ഞങ്ങളുടെ ഈ ഏരിയയിലുള്ള ഈ നാലുകോടി പൊങ്ങന്താനം ഏരിയയിലുള്ള എല്ലാവരും ഇത് കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് നിന്നിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. എല്ലാവർക്കും ഇവളെ കുറിച്ച് അറിയാമല്ലോ. എല്ലാവർക്കും അവളെ കുറിച്ച് അറിയാന്ന് പറയുന്നത് താഴെ അങ്ങനെയാണെങ്കിൽ പറട്ടെ. ഈ പറയണ ഇവള് ആരാന്ന്, ആരാ പെണ്ണും പിള്ള, നിങ്ങൾ ആരാ, നിങ്ങളുടെ പേരെന്താ, നിങ്ങളുടെ സ്ഥലം എവിടെയാ? നിങ്ങളെ നാട്ടിൽ തന്നെയാണ് എപ്പോഴും താമസം? അതവിടെ നാട് വിട്ട് പോയാ? ഇവർ പറയണ ഈ സാധനം നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഇത് താഴെ വരുന്ന കമൻറ്റുകൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അല്ലേ? കാരണം ഇവർ പേര് ഇതൊന്നും വ്യക്തമാക്കില്ല. താഴെ പേര് വ്യക്തമാക്കിയിട്ടുള്ള ആളുകൾ പറയുന്ന കമൻറ്റുകളുണ്ട്. ഞങ്ങൾ രേണുസുധിയുടെ നാട്ടുകാരാണല്ലോ, ഞങ്ങളിതൊന്നും കേട്ടിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഞാനിതൊന്നും കേട്ടിട്ടില്ലല്ലോ എന്ന്. ഞാൻ ഒരു കാര്യം പറയുമല്ലോ, സ്വന്തം ഐഡൻറ്റിറ്റി വ്യക്തമാക്കാണ്ട് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് വിശ്വസിക്കാൻ എനിക്ക് പാടാണ്, വളരെ പാടാണ്. എന്താ ചെയ്യുക? എന്താ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയാണ്. പിടിച്ചോ നടക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവരൊക്കെ അറിയട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ പറയാൻ വെച്ചത്. കാരണം നമ്മുടെ ഫോണൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവളുടെ ഇൻ്റർവ്യൂ മാത്രം നമുക്ക് കാണുമ്പോൾ ഈ നാളൊക്കെ പറയുന്ന കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ എന്തൊക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഒരു ദേഷ്യം വരും. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, എന്തായാലും ഇവരുടെ വീടിനടുത്തുള്ള ആൾക്കാർ തന്നെയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കൊടുക്കുന്നതെന്നുള്ള. കാരണം ഫോൺ തുറന്നു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ ഒരു വോയിസും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും വീഡിയോ കാണുന്നത് കൊണ്ടാണ് യൂട്യൂബ് നിങ്ങൾക്ക് സജഷൻ ആയിട്ട് തരുന്നത്. അത് ഒരിക്കലും നമ്മുടെ കുഴപ്പമോ നിങ്ങളുടെ കുഴപ്പമല്ല, അല്ല നിങ്ങളുടെ കുഴപ്പമാണ്, അല്ലാതെ യൂട്യൂബിന്റെ കുഴപ്പമൊന്നുമില്ല, അവരുടെയും കുഴപ്പമില്ല. നമ്മൾ കാണാൻ ശ്രമിക്കുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും സജഷൻസ് നമുക്ക് തരുന്നു. എന്തായാലും നിങ്ങളുടെ ഏരിയയിലുള്ളവർക്ക് തീർച്ചയായിട്ടും അവളെ കുറിച്ച് ഇങ്ങനെ പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആൾക്കാർ എത്തുമ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഓപ്പൺ ആയിട്ട് പറയാനുള്ള പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ രേണു ആണെങ്കിൽ സുധിയായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ സുധിയെ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട്. അതുപോലെ തന്നെ രേണുവിൻ്റെ അച്ഛൻ സുധിയോട് പറഞ്ഞിട്ടുണ്ട്, നീ രണ്ടാം കെട്ടാ നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട് സുധീനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഉപദ്രവം കേട്ടോ. മോള് രണ്ടാം കെട്ടാ കിട്ടിയത്, എന്നിട്ട് സുധി രണ്ടാം കെട്ടെന്ന് പറഞ്ഞ് സുധിയെ ഉപദ്രവിച്ചത് എനിക്കറിയാൻ വയ്യ. രേണു രണ്ടാം കെട്ടാണ് ഈ നാറിയുടെ ആരാ പറഞ്ഞത്? ഇവൻ എങ്ങനെ ഇത് കൺഫേം ചെയ്ത്? രേണു പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ തെളിവായിട്ട് ഇങ്ങനെ ഒന്നുണ്ടോ? ഞാനാണ് ആദ്യം കല്യാണം കഴിച്ച ആളെന്ന് പറഞ്ഞിട്ട്, രേണു സുധീനെ കല്യാണം കഴിച്ച ആൾ പറഞ്ഞിട്ട് നാട്ടുകാർ പറയണത് അല്ലേ? അത് ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ? അങ്ങനെ പറയുന്ന ആൾക്കാർ തന്നെ അറിയില്ല. വെറുതെ ഒരു വോയിസ് വന്നിട്ട് കൊണ്ടുവന്ന് തള്ളുകയാണ് ഇവിടെ. എന്നിട്ട് അത് കേട്ട് കൺഫേം ചെയ്യാണ്. സത്യസന്ധതയുണ്ട്. ഇനി വീട്ടുകാർ മൊത്തം ഡ്രാമ കളിക്കുന്നതാണോ? അത് ഇനി ഇവർ ഈ പറഞ്ഞതുപോലെ തന്നെ വീട്ടുകാർക്ക് അറിയത്തില്ലേ? ഈ പറഞ്ഞ രേണു ഒരു കല്യാണം കഴിച്ച് വെൽഡർ വിനുവിനെ കല്യാണം കഴിച്ച കാര്യം വീട്ടുകാർ അറിയത്തില്ലേ? അറിയാത്തത് കൊണ്ടാണ് ഇതറിയത്തപ്പോൾ സ്റ്റേറ്റ്മെന്റ് മാറ്റിയത്. ആദ്യം പറഞ്ഞ പാസ്റ്റർ ബിനു എന്നായിരുന്നു, ഇപ്പോൾ പറഞ്ഞ വെൽഡർ ബിനു ആയോ? അതോ ആദ്യം വെൽഡർ ആയിരുന്നിട്ട് പാസ്റ്റർ ആയതാണോ? പാസ്റ്റർ ആയ ആൾ പിന്നെ വെൽഡർ ആവുകയാണോ ചെയ്തത്? ഇത് കാര്യം ഓൻ കല്യാണം കഴിച്ച പോലെയാണല്ലോ പറയണത്. ഇനി ഇവന് രേണുസുധിരത്ത് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഏതെങ്കിലും രീതിയിൽ? അല്ല അങ്ങനെയാവേ. ചില ആൾക്കാരെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഓരോ വീഡിയോ ചെയ്യില്ലേ? ഇനി അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഓൻ ചെയ്തുകൊണ്ടിരിക്കണത് അറിയത്തില്ല. ഇനിയിപ്പോ അച്ഛൻ പറയുന്നത് നീ രണ്ടാം കെട്ടാന്ന് പറഞ്ഞു എനിക്കറിയാൻ പോയി. അതും ഇത് പറഞ്ഞപ്പോഴേട്ടോ ഞാൻ ഒരു വീഡിയോ ഇന്നലെ ആണ് അനാമിക വിഷ്ണുവിൻ്റെ കാര്യത്തിൽ ഒരുത്തി വന്നിട്ട് ഇങ്ങനെ ഗോസിപ്പ് പറയുന്നില്ലേ, അത്രയും പ്രായം വ്യത്യാസം ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ. എന്നിട്ട് കല്യാണം കഴിച്ചു അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് 10-20 മിനിറ്റിൻ്റെ വീഡിയോ ഇങ്ങനെ ചെയ്തായിരുന്നു. അത് മറ്റൊരു പറയുന്നുണ്ട്, അതായത് ശത്രുക്കൾ അവരൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞയച്ചാണ്, അതുകൊണ്ട് അവർ വായ തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞു. അതേപോലെ ഇവൻ ആരെങ്കിലും പറഞ്ഞയച്ചാണോ രേണുസുധിരത്ത് ദേഷ്യമുള്ള ആരെങ്കിലുമൊക്കെ? ഈ ലോകത്ത് എത്ര നന്നായിട്ട് ചെയ്താലും അവർക്ക് ആൾക്കാർക്ക് ശത്രുക്കൾ അവർ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ രേണുസുധിക്ക് ഹേറ്റേഴ്സ് ഉണ്ടാവാൻ സാധാരണ നമുക്ക് എല്ലാവർക്കും അല്ലേ, നമ്മളെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും നമ്മളെ കുറ്റം പറയുന്ന ഇഷ്ടംപോലെ ആളുകൾ നാട്ടിലും പുറത്തും ഒക്കെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും നമ്മൾ ഇഷ്ടമാവണമെന്നില്ലല്ലോ, പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ചിലർ ജാതിയുടെ പേരിലോ ചിലർ മതത്തിൻ്റെ പേരിലോ അങ്ങനെയൊക്കെ നമ്മളോട് ദേഷ്യം വെറുപ്പൊന്നും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ചില സാധനം കാര്യങ്ങളോട് എതിർപ്പുള്ള ആളുകൾ, ബോഡി ഷെയിം ചെയ്യുന്ന ആളുകൾ, നിറം നോക്കിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ, പലതരത്തിൽ അല്ലേ? അവരാണ് ഒരുപക്ഷെ ഇങ്ങനെ സംസാരിക്കണമെങ്കിലോ അത് പൊക്കി പിടിച്ചവരെ ഇവനെ പോലുള്ള വിഷങ്ങളും. എന്ത് കഷ്ടമാണ്, കഷ്ടം. ഈ പറഞ്ഞ കേരളം മൊത്തം അറിയാവുന്ന ഒരു വ്യക്തിയെ അടിക്കാനൊക്കെ പോയിരുന്നത്, അതായത് രണ്ടാം കെട്ടാന്ന് പറഞ്ഞുകൊണ്ട്. ആ മനുഷ്യൻ എന്തോന്ന് നമുക്കറിയാം, അയാളുടെ സ്വഭാവം എന്തോന്ന് നമുക്കറിയാം, അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് അറിയാം. അത് ചിലപ്പോൾ ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ അനങ്ങാതെ നിന്ന് കൊണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അത് എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ്. അതുപോലൊരു പാവം. അയ്യോ, ഇവന് നേരിട്ട് അറിയോ? ഓന് കൊല്ലസുധീനെ നേരിട്ട് അറിയാന്ന് പറഞ്ഞേ.
ഇതൊക്കെ ഇവിടെയുള്ള ആരോട് വേണേലും വന്ന് ചേട്ടൻ ചോദിച്ചു, ഒരു കുഴപ്പമില്ല, എല്ലാവരും പറയാൻ റെഡിയായിട്ട് നിൽക്കുക. ഈ സ്തുതിയായിട്ട് എന്നും വഴക്കായി. ഞാൻ ആ സീനാലേക്കായിരുന്നേ. നിങ്ങളാ സീനാച്ചിക്ക് മീഡിയ വേറെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാൻ റെഡിയായിട്ട് മുട്ടിക്ക് നിൽക്കേണ്ട ന്യൂസിലെ മീഡിയത്തിൽ ഞാൻ പറയാം എനിക്ക് കുറച്ചുകൂടി പറയാനുണ്ട്. ഇതൊക്കെ ആൾക്കാർക്ക് എന്താ തള്ളിവിടാൻ കഴിയാത്തത്? ഇവളുടെ കൂടെ പോയിട്ടാ ശ്രുതിക്ക് ഇത്രയും കടം വന്നേന്ന് എനിക്ക് തോന്നുന്നു. എന്നും വഴക്കാ. അറിയോ, ഇവള് ശ്രുതിനെ പെരക്കി വിട്ട് ഓടിച്ചിട്ട് കൂട്ടിയതൊക്കെ വിളിച്ചിട്ടുള്ളത്. അറിയോ, ശ്രുതി മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ശ്രുതി ഇവളും കൂടെ മരിക്കുന്നതിൻ്റെ ആ ഒരാഴ്ച മുന്നാന്ന് തോന്നുന്നു വഴക്കുണ്ടായത്. ഇവള് പറഞ്ഞു, നിന്റെ തല പോകൂടാ, നീ പോകുന്ന വഴിക്ക് നിന്റെ തല പോകൂടാ. അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവൻ മരിച്ചത്. നിന്റെ തല പോവാണെങ്കിൽ ഞാനും എൻ്റെ പപ്പായും അമ്മയും എൻ്റെ കൊച്ചും സുഖമായിട്ട് ഞങ്ങൾ ജീവിക്കുമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞോ? കാരണം ഇപ്പൊ ഈ ഒരു വോയിസ് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും ഇത് പറഞ്ഞ അയൽവക്കക്കാരി അല്ലെങ്കിൽ വീടിന് ചുറ്റും ഇങ്ങനെ നോട്ടിച്ചതും കാകൂട്ടി വിളിച്ചതും നിന്റെ തല പോകൂടാ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഒരു ചാൻസും ഇല്ല. ഇനി എനിക്കൊരു ഒറ്റ കാര്യം പറയാനുള്ളൂ. കിച്ചു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കിച്ചുവിന് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. കാരണം ഇപ്പൊ പല ആരോപണങ്ങളും ഇതിനെ സംബന്ധിച്ച് വരുന്നുണ്ട്, ഇതിനെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് നിനക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ഒരു വർഷമായിട്ടില്ല 1.5 വർഷമായിട്ട് ആരും മിണ്ടാതിരുന്ന കാര്യമാണ്. ഇതിനെ പറ്റിയുള്ള പല കാര്യങ്ങളും ഇപ്പം നിങ്ങളുടെ അമ്മയെന്ന് അവകാശപ്പെടുന്ന രേണു തന്നെയാണ് പല കാര്യങ്ങളും പബ്ലിക്കിന്റെ മുന്നിലേക്ക് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇഷ്ടങ്ങൾ ഏതാ അനിഷ്ടങ്ങൾ ഏതാ എന്നവർ നോക്കാതെ മറ്റുള്ളവരുടെ അഭിപ്രായം പോലും മാനിക്കാതെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നിട്ട് സംസാരിക്കുന്നത്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പൊ പല വ്യക്തികളും ഇതിനെ പൊക്കിയെടുത്തും പല വ്യക്തികൾ രംഗത്ത് വരുന്നു, വോയിസ് മുഖാന്തരം വരുന്നു, നെയ്ബർ വരുന്നു, നാട്ടുകാരൻ വരുന്നു, കൗൺസിലർ വരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരാനുള്ള കാരണം അതിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് രേണു തന്നെയാണ്. അവരൊരു പ്രോപ്പർ ചാനലിലൂടെയാണ് അവർ റീച്ച് എത്തിച്ചിരുന്നെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞൂര് വരെ തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു ഈ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട്. അവർക്ക് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് കിച്ചുവിന്റെ അച്ഛനായ സുധിച്ചേട്ടനെയും ഇതിനിടയിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് വലിയ രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാവും. ഇതിനകത്ത് നിനക്ക് എന്തെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ഒരു ഒറ്റ മിനിറ്റ്, ഒരു 10 മിനിറ്റ് ഒരു വീഡിയോയിൽ വാ തുറന്നു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. ഇത് അവിടെ സ്റ്റോപ്പ് ആവും കാര്യം. രേണുസുതിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, കിച്ചുവിന് യൂട്യൂബ് ചാനലുണ്ടല്ലോ. ഇതിപ്പം പിന്നെ കൊച്ചാണ് അല്ലേ. ഞാൻ ആലോചിക്കണത് അവർ യൂട്യൂബ് ചാനൽ വന്നിട്ട് ഇപ്പോൾ ഇവൻ പറഞ്ഞ പോലെ ഇതിനെതിരെ എന്താ പ്രതികരിക്കാത്തത് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഇതിനെതിരെ പ്രതികരിക്കേണ്ട കാര്യമില്ല. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവളുടെ നാട്ടിൽ അനുഭവിച്ച സ്ലട്ട് ഷെയ്മിങ്ങിനെ കുറിച്ചിട്ട്. ഫോണിൽ സംസാരിച്ച പ്രശ്നം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന പ്രശ്നം, അതേപോലെ അവളുടെ കരിയറിലും അവളുടെ ജീവിതത്തിലും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നാട്ടുകാരെ ആകെ വെറുപ്പിച്ച അങ്ങനെയുള്ളൊരവസ്ഥ. അതേപോലെ പിന്നാലെ നടന്നിട്ട് ഓരോന്ന് പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തൊരവസ്ഥയൊക്കെ. അപ്പോൾ എനിക്ക് ആ സംഗതിയൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ ഞാനത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നാറീന് എന്ത് ചെയ്യാൻ തോന്നി. അതിന് താഴെ വരുന്ന കമൻറ്റുകളൊക്കെ കാണണം. കുറച്ച് കമൻറ്റുകൾ നോക്കാം കേട്ടോ. ഇത് വലിയൊരു വീഡിയോ ആയില്ലേ, ഇത്രയും വിചാരിച്ചില്ല. ഇതാ കമൻറ്റുകൾ നോക്കാം. എനിക്കും ഇഷ്ടമല്ല രേണുവിന്. ആണ് ഒരാളെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് എന്തും പറയാച്ചിട്ട് തോന്നണോ? പിന്നെ നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ അയാളെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുകയോ? അങ്ങനെയുള്ള നാറുതരം പലരും ചെയ്യുന്നുണ്ട്. എന്ത് കഷ്ടമാണ്. കിച്ചുവിനെ അറിയാം, അവൻ തുറന്നു പറയുന്ന ഒരു ദിവസമുണ്ട് കാത്തിരിക്കാമെന്ന്. സുധാകുമാരിയുടേതാ. അവൻ തുറന്നു പറയുന്ന ഒരു ദിവസമുണ്ട്, അവനെ എല്ലാം അറിയാമെന്ന്. അയ്യോ ചാച്ചീനെ കുറ്റം പറയില്ല, ചാച്ചി കേസ് കൊടുക്കും. കുറേ പേര് കല്യാണം കഴിച്ചിട്ടുണ്ടാകും, അതാണ് ഓർമ്മ കിട്ടാത്തതെന്ന്. പെണ്ണുങ്ങളുടെ ശത്രു പെണ്ണുങ്ങളെന്ന് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതേപോലെ പെണ്ണുങ്ങളാണ് ഭൂരിഭാഗത്തിൽ. ആ പ്രതീക്ഷ ചെക്കൻ ഇവളെ പുറകെ തന്നെയാണ്. ഇനി ഇവൻ്റെ ജീവിതം കുളം തോണ്ടുന്നു. നല്ല അവതരണം ബ്രോന്നൊക്കെ. ഇവള് ലോക ഫ്രോഡ് അത്ര അറിയുന്ന എല്ലാം പറയുക. എൻ്റെ 3 ലവ് ചിഹ്നം കിട്ടണം. അവതരണം സൂപ്പർ, പാവെന്ന് ഓർമ്മയില്ല. ഇപ്പോൾ കൂടുതലുള്ള പ്രതീക്ഷ ചെക്കൻ്റെ ലൈഫും കുളം തോണ്ടും. പൂക്ക് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. രേണു ഇവിടെ പോയാലും ആ ചെക്കൻ കൂടെ ഉണ്ട്. പ്രതീക്ഷ സൂക്ഷിച്ചാൽ ലക്കിക്കേണ്ടതെന്ന്. ചെടു അവർ ആൽബം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തെ. മഞ്ജു തോമസ് 1982 ആണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് വന്ന 7 റിപ്ലൈകളുണ്ട്. അവന് റീച്ച് മതി, അവന് ക്രഷായി എന്ന് അവൻ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അയ്യോ സദാചാരം ആ വ്യക്തിയിൽ നിന്നാണ് ഉത്ഭവിച്ചത് അറിയില്ല എന്ന്. അപ്പോൾ ആ വ്യക്തി ഉണ്ട്. അയ്യോ ഇവരെങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള കുൽസിത വീഡിയോസ് ഇവർ കാണണ്ടായിരിക്കും. അങ്ങനെ ഓരോ ഇൻഫർമേഷൻ കിട്ടും. കിട്ടി ഞാൻ തന്നെ അല്ലേ. ആ കുട്ടിക്ക് ദേഷ്യം ചേട്ടാ. ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനിങ്ങനെ ആയി പോകാറുണ്ട്. ഇവിടെ വല്ലാണ്ട് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട് സുഹൃത്തുക്കളെ.
ആ കുട്ടിക്ക് ദേഷ്യവും എൻ്റെ ഒരു സുഹൃത്തിനോട് പറയും എന്തിനാണ് ഈ മാതിരി വീഡിയോസൊക്കെ എടുക്കുന്നത്, ഒരുപാട് ടോപ്പിക്കുകൾ എടുക്കുന്നത്. പക്ഷെ എന്താ കാര്യം വെച്ചാൽ നമുക്കിത് കാണുമ്പോൾ വിഷമം വരുന്നുണ്ട്. നമ്മുടെ കുടുംബത്തിലും ഇല്ലേ ആൾക്കാർ. ആ കുട്ടിക്ക് ദേഷ്യവും ടെൻഷനും വരുമ്പോൾ പറയുന്ന വാക്കുകൾ അങ്ങനെ കരുതാൻ പറ്റുള്ളൂ. 32 വയസ്സല്ലേ ഉള്ളൂ, ഇനിയും കുറേ ദൂരം മുന്നോട്ട് പോകാനുള്ള ശക്തിയും ശാന്തമായ മനസ്സ് ആ കുട്ടിക്കുണ്ടാവട്ടെ. 2 കുഞ്ഞുങ്ങളുടെയും സംരക്ഷണം കിട്ടി ഭാവി മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഇടവരട്ടെ. അപ്പം അതിൻ്റെ താഴെ 32 വയസ്സോ ബാക്കി വയസ്സ് താങ്കൾക്ക് തന്നോന്ന്. എന്ത് കഷ്ടമാണ് നമുക്ക്. ഇതാ അതാണ് ഒരു നല്ല ഒരു കമൻറ്റ് അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ ആളെ ഇങ്ങോട്ട് 32 ബാക്കി എവിടെയെന്നൊക്കെ. ബ്രോ ഇവളെക്കുറിച്ച് ഇനിയും വീഡിയോ ചെയ്യണം സപ്പോർട്ട് എന്ന്. ഏത് ജിനേഷ് പാലക്കാട് 7100 ആണ്. എനിക്ക് പറയാനുള്ളത് പ്രതീഷിൻ്റെ ഭാര്യ ഇത് കാണുന്നുണ്ടെങ്കിൽ മോളെ നീ ആ ചെക്കനെ ഇവളുടെ കൂടെ വിടാതിരിക്കുക. നിൻ്റെ കുടുംബം കുളന്നുകൊണ്ടും ഈ രേണു ഇപ്പോൾ തേനാപാല ചേച്ചി എന്നൊക്കെ പ്രതീക്ഷ പറയും. തരം കിട്ടിയാൽ ഏതവന് ലാഭമേ നോക്കത്തുള്ളൂ. മോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, പ്രതീഷിൻ്റെ ഭാര്യയാണ്. പിന്നെന്താ ഉള്ളത് ഉള്ള പോലെ പറഞ്ഞാൽ തീരാവുന്ന വിഷയം മാത്രമേ ഉള്ളൂ. ഉള്ളതുള്ള പോലെ. അപ്പോൾ എന്താണ് ഉള്ളത് എന്ന് ഇവരാണ് തീരുമാനിച്ചെടുക്കുകയാണ്. അതാണ് ശരിക്കുള്ള കാര്യം എന്നല്ലേ. ഇവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം രേണുസുതി പറഞ്ഞാൽ ഇവർക്ക് സന്തോഷമാവും. അല്ലെങ്കിൽ പിന്നെ നാട്ടിൽ കാണുന്ന ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കാതെ ഇരിക്കുക. ഈ പൊന്നാര സുഹൃത്തെ ഇവർ മനസ്സിലാക്കേണ്ടത് കൃഷ്ണവേണി പൊന്നാര സുഹൃത്തെ മുത്തുമണി ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആൾക്കാർ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? അതുമല്ല, അത് അങ്ങനെ ഇൻ്റർവ്യൂവിന് പോണ സമയത്ത് അവർക്ക് അത്യാവശ്യം പൈസയും കിട്ടും. ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്യണത്. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയാൽ എന്താ പ്രശ്നം? നാട്ടിൽ കാണുന്ന ചാനലുകൾ അത്ര ഏത് മൈൽസ്റ്റോൺ മേക്കേഴ്സൊക്കെ നാട്ടിൽ കാണുന്ന ചാനലുകളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനലുകളിൽ ഒന്നാണ് മൈൽസ്റ്റോൺ മേക്കേഴ്സ്, അങ്ങനെയുള്ള ചാനലുകളൊക്കെ. അതിലൊക്കെയാണ് ഇൻ്റർവ്യൂ വിളിക്കണത്. എന്നാൽ കൃഷ്ണവേണീനെ ഒരു ദിവസം നാളെ എന്തെങ്കിലും ആവശ്യത്തിൽ ആൾക്കാർ ഇൻ്റർവ്യൂവിന് വിളിക്കും. ഇജ്ജ് പോണ്ടാട്ടോ, ഇജ്ജ് പോവരുതേ. എൻ്റെ ഈ ലോജിക്ക് വെച്ച് നോക്കുമ്പോഴേ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. ഇജ്ജാരാ പറയാൻ? ആദ്യം ഒരു വിവാഹം കഴിച്ചോ, അത് ശരി. അത് ഒത്തുപോകാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ സന്തോഷമായി പിരിഞ്ഞു, വേറെ വിവാഹം കഴിച്ചു, അത്രേ ഉള്ളൂ. അയ്യോ, ഇതൊക്കെ സർവ്വസാധാരണമല്ലേ, ആരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യമാണ്. പിന്നെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസമെങ്കിലും നെഗറ്റീവ് കമൻറ്റ് കണ്ടില്ലെങ്കിൽ എന്തോ വിഷമമാണ്, നെഗറ്റീവ് പോരട്ടെ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ നെഗറ്റീവ് ഓളികൾക്ക് അതിനുള്ള പ്രേരണ അവരാണ് കൊടുത്തത്. അപ്പോൾ രേണുസുധീനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യണതാവൂലേ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ? അപ്പോൾ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നെഗറ്റീവ് പറയുന്നതെന്നും ഞാൻ കുഞ്ഞുങ്ങളെ കൊന്നു ചാകുമെന്നൊക്കെ പറയുന്നത്? എൻ്റെ പൊന്നു സുഹൃത്തെ, കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും നല്ല മനുഷ്യരെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫീലിങ്സും ഇമോഷൻസും വിഷമവും എല്ലാ ദേഷ്യവും എല്ലാവർക്കും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവരിതിങ്ങനെ കുറേ നെഗറ്റീവ് കേൾക്കുന്ന സമയത്ത് അവർക്ക് അങ്ങനെ അവരുടെ മനുഷ്യരല്ലേ. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ രേണു ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അവർ സ്വയം വിന വരുത്തി വെക്കുകയാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എനിക്കതേ പറയാനുള്ളൂ. അന്തം ഫാൻസിൻ്റെ ശ്രദ്ധയ്ക്ക്. അന്തം ഫാൻസോ? ഞാൻ രേണുസുധിയുടെ ഫാനൊന്നല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ഇവിടെ ഒരാളെക്കുറിച്ച് ചുമ്മാ വന്നിട്ട് ഇങ്ങനെ ഒരടിസ്ഥാനം ഇല്ലാണ്ട് അത് മറ്റുള്ള അങ്ങനെ പറഞ്ഞു അങ്ങോട്ട് അത് സത്യമാണ്, മറ്റുള്ള സ്വഭാവം ശരിയില്ല അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ലോജിക്ക് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടില്ല. എന്താ നടന്നുകൊണ്ടിരിക്കണത്? അവരോട് എനിക്ക് യാതൊരു അസൂയയും ഇല്ല. അത് ശരി. കഷ്ടപ്പെട്ട് പഠിച്ച സമൂഹത്തിൽ നല്ലൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ജീവിച്ചു പോകാനുള്ള തരക്കേടില്ലാത്തൊരു വരുമാനം എനിക്കുണ്ട്. IMN EMT. അതിന് ബാക്കിയുള്ളവർ പിന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലാണ്ടിക്കോ. എന്താ ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് എന്ന് ചോദിക്കുമ്പോൾ ബിനു അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ആരാണ് എന്ന് ഉറപ്പില്ലാതെ എങ്ങനെ പറയും? ദീപ ജോസഫ്. അത് എങ്ങനെ അവൾ സമ്മതിക്കുക? എത്ര കഴിച്ചിട്ടുണ്ട് എന്ന് അവൾക്ക് തന്നെ അറിയില്ല എന്ന് വിജയകുമാരിയുടെ കമൻറ്റ്. ഇങ്ങനെയുള്ള ഒരാളുടെ കമൻറ്റ് അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. വേറൊന്ന് ദിവ്യ മുരളീധരൻ 2820 ഇട്ട കമൻറ്റാണ്. ആരാ ഏതാന്ന് ആലോചിക്കാൻ അവൾക്ക് സമയം കൊടുക്കടേ. എത്ര പേര് കയറി ഇറങ്ങിയതായിരിക്കും എന്ന് ഒന്ന് കാണാം നിങ്ങൾ കേട്ടോ. ക്ലിയറും ഇല്ല. വേറെ സ്ലഡ് ഷെയ്മിങ് ആണ് ഇവിടെ ഇത് സംഭവിക്കണത്. സ്ലഡ് ഷെയ്മിങ് ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം ഓർമ്മക്കുറവ് ഉണ്ടാകുന്ന എന്തോ അസുഖം അത്രേ.
നീതു വിജേഷ് ഇട്ട ഒരു കമൻ്റാണ്. ഇത് ആരാ? ഈ പറയുന്ന ആരുടെ വോയിസാണ്? ഈ പറയുന്നത് ആരുടെ വോയിസാണ്? അത് ഞാൻ അവളുടെ നാട്ടുകാരിയാണെന്നാണ്. എനിക്കറിയില്ല ഇങ്ങനത്തെ സംഭവം ഒന്നും. എന്തിനാ ഇങ്ങനെ കഥ മെനയുന്നേ? കണ്ടാ, അതാ കണ്ടോളി. അതോടെ വിശ്വസിക്കുന്ന ഇവിടെ ആൾക്കാരുണ്ടാവില്ല, എന്നാരും കേൾക്കൂല, എടുക്കൂല. ബിഗ് ബോസിൽ എജാതി വളിക്കേസ് എടുക്കില്ല എന്ന്. അത് ശരി, വെറുതെ അല്ല ശ്രുതി MKനൊന്നും ബിഗ് ബോസ് എടുക്കാത്തത്. കിച്ചുവിന് ലാപ്പ് വാങ്ങിയതിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രേണുവിന് ആ കുട്ടിയെ ഇഷ്ടമില്ലായിരുന്നു എന്നല്ലേ? അയ്യോ, ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം എന്നൊക്കെ. അതിൻ്റെ താഴെ ഐശ്വര്യ അച്ചുവിൻ്റെ കമൻറ്റ്. അമ്മോ, അവൾക്ക് ഭയങ്കര അഹങ്കാരം, ഇപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ എന്ന്. എന്ത് കഷ്ടമാണ് ദൈവമേ. അതിൻ്റെ താഴെ ഒരു റിപ്ലൈ ഒന്നുണ്ടല്ലോ, ഡ്രസ്സിലാണോ അഹങ്കാരം ഇരിക്കുന്നത്? അത്രയേ ഉള്ളൂ. ബിഗ് ബോസിലേക്ക് പോയി അടുത്ത ജാസ്മിൻ ആവാനായിരിക്കും ചേച്ചിയുടെ പരിപാടിയെന്ന്. ഈ വിറ്റുകളൊക്കെ ഇവരുടെ കുടുംബം നോക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാവാത്ത ഏത് ഈ കമൻറ്റ് ചെയ്യണ വിറ്റുകളൊക്കെ. ജോലി നോക്കി ചെയ്ത് കുട്ടികളെ നോക്കി ഇവരൊക്കെ കെട്ടിയവന്മാർ ചത്തു പോയിട്ടുണ്ടെങ്കിൽ ഇവരെ കുറിച്ച് നാട്ടുകാർ ഇതേപോലെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ഞാൻ പറയുന്നത് വളരെ ക്രൂരമായിരിക്കും. എന്നാലും ഞാൻ ആലോചിക്കുകയായിരുന്നേ. ആരുടെ വോയിസാണോ ചുമ്മാതെ ഇടുന്നത് എന്ന് ഞാൻ ഒരു ആലോചിക്കുന്നത്. ആരുടെ വോയിസാണ് ചുമ്മാതെ ഇടുന്നത് തന്നെ? ഇത് ആരുടെ വോയിസ് ഇടുന്നത്? ചുമ്മാതെ തള്ളുകയാണ്. ഞാൻ കളിച്ചൊരു കാര്യം ആലോചിക്കട്ടെ. നിങ്ങളുടെ പാർട്ട്ണർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കാൻ വേണ്ടി, കുടുംബം നോക്കാൻ, കുട്ടികളെ നോക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അതൊന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് കഷ്ടമാണ് നോക്കണേ, എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്ക് കഷ്ടം എന്നാണ്. അല്ലേ, ഒരു നാറി വൈബുള്ള ഒരു വീഡിയോ എടുത്തിട്ടേ ഇങ്ങനെ റിയാക്ട് ചെയ്യേണ്ടതിൻ്റെ ഒരവസ്ഥ. ഈ വോയിസ് തങ്കം രവി 8517 അവരിട്ടൊരു കമൻറ്റാണ്. ഈ വോയിസ് ശരിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആ കൊച്ചി എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, നിങ്ങളൊക്കെ എല്ലാം തികഞ്ഞവരാണ്. അവർ 1 or 10 കെട്ടട്ടെ, നിങ്ങൾക്ക് എന്താ? ഞാൻ അതിലൊരു ലൗച്ചിന് ഇടട്ടോ. അല്ലെങ്കിൽ വേണ്ട, എൻ്റെ അഞ്ചത്ത് കയറാൻ വരും. അപ്പോൾ അതിൻ്റെ താഴെ സുസ്മിത കലാജിത്തോ, എങ്കിൽ പിന്നെ ആ കള്ളി തുറന്നു പറയട്ടെ, കെട്ടിയിട്ടില്ല അല്ലേ, ഓടിപ്പോയില്ല എന്ന്. അത് പെരും കള്ളി ആയതുകൊണ്ടാണ്. ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരെ നമിക്കുന്നു. നമ്മൾ ഈ വീഡിയോയിൽ പലപ്പോഴും ഇത് പറഞ്ഞാണ്. പൊന്നു സുഹൃത്തെ, ഇവർക്ക് ഇതിനു മുമ്പ് ഒരു ലിവിങ് ടുഗദറോ ലിവിങ് ടുഗദർ ഇല്ലയെന്ന് നമ്മൾ പറഞ്ഞിട്ടൊക്കെ അറിയില്ല, രേണുസുതി പറഞ്ഞാണ്. ഇവർക്ക് ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ 2 കുട്ടികളൊക്കെ അല്ലേ, അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, ഒക്കെ അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ അച്ഛന് വയ്യാന്നൊക്കെ പറഞ്ഞു. അവർ വന്നിട്ട് ഇങ്ങനെ തള്ളി മറിക്കാൻ പറ്റുമോ? അത് മറ്റുള്ളവർക്ക് അവർക്കൊരു പ്രശ്നമാവണ്ട, വിഷമമാവണ്ടെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ അവരെങ്ങനെ നോക്കിക്കാണുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അല്ലേ, ഒരു ചീത്തപ്പേരാവണ്ട വിചാരിച്ചിട്ടായിരിക്കും അവരത് പറയാണ്ടിരിക്കണത്. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വന്നിട്ട് പറയണമെന്ന് നിർബന്ധമുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആൺസുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ആണുങ്ങൾ പെൺസുഹൃത്തുക്കളായിട്ടുള്ള ബന്ധങ്ങളൊക്കെ പബ്ലിക്കായിട്ട് ഇങ്ങനെ വിളിച്ച് പറയുമോ? വിളിച്ച് പറയണമെന്നുണ്ടോ? ഇവർ പറയണത് അവരെല്ലാ കാര്യം കൊണ്ട് പറയണമെന്നാണ്. സുസ്മിത കലജിത്തട്ടോ കമൻറ്റ്. അവളുടെ ചരിത്രം ഇനിയും പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ബിന്ദു ഗോപാലിൻ്റെ കമൻറ്റ്. അവളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഇവളുടെ ആദ്യം മുതലുള്ള ഇൻ്റർവ്യൂ കാണും. പിന്നെ ഇത് കണ്ടോണ്ടിരിക്കല്ലേ ഇവിടെ പണി. ജനങ്ങളെ പുച്ഛത്തോടെയല്ലേ ഇവൾ വെല്ലുവിളിക്കുന്നത്? പുച്ഛമല്ല സുഹൃത്തെ, നിങ്ങൾക്കൊരു സൈക്കോളജിയെ കുറിച്ചൊരു ധാരണ ഇല്ലാത്തതാണ്. ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഇതൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം എന്ത് സംഭവിക്കും? ഏറ്റവും അവസാനം ഭയങ്കരമായിട്ട് നമ്മളിത് ബാധിക്കും. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷനിൽ ഇതിലൊക്കെ ഈ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ആളുകൾക്ക് അറഗൻസ് ആയിട്ട് തോന്നും, പുച്ഛമായിട്ട് തോന്നാം. പിന്നെ പതിവ്രത എന്ന് 100 വട്ടം അവളുടെ സംസാരത്തിലൂടെ മനസ്സിലാക്കാം. അതിങ്ങക്ക് രേണുസുതി എന്തു പറയുന്നു എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. ആൾക്കാർ അത് എങ്ങനെ എടുക്കണോ, എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ള അവരുടെ ഉത്തരവാദിത്തമല്ല. ആളുകൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം. ആദ്യമൊക്കെ എനിക്ക് ഇവളോട് സഹതാപമായിരുന്നു. ഈ സഹതാപമാണ് പ്രശ്നം. സിമ്പതി അല്ലേ? ആളുകൾക്ക് എമ്പതി ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയൂല. നിങ്ങൾക്ക് ഈ സിമ്പതി ആയതുകൊണ്ടാണ് ഈ പ്രശ്നം. അതായത് സിമ്പതിയുടെ പ്രത്യേകത എന്താ പറയുക, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിമ്പതിയുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, സിമ്പതി എമ്പതി നമ്മൾ വ്യത്യാസം. നമുക്ക് ഒരാളോട് സിമ്പതി തോന്നുകയാണെങ്കിൽ അയ്യോ പാവം ഈ ഒരു സാധനം, അപ്പോൾ നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ എന്താ പറയുക, നമ്മൾ വലിയ സംഭവം ഇവർ താഴത്തെ തട്ടിൽ ഈ ഒരു സാധനം ഉണ്ടായിരിക്കും.
അതുകൊണ്ടാണ് അവർ വളർന്നു വരുന്ന സമയത്ത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്. എമ്പതി ആണെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കും. ഓ എന്ത് കഷ്ടപ്പാടല്ലേ, അപ്പോൾ നമ്മളാണെങ്കിൽ ചോദിച്ചു എന്താ, അപ്പോൾ ആ ഒരു അവരോടൊരു പ്രൗഡ് ആയിട്ടുള്ള ആ ഒരു സംഗതി ഒന്നും എന്നാലും ഇത്ര എത്തിയില്ലേ അങ്ങനെ. അതായത് നമ്മൾ തന്നെയാണ് അവർ എന്നുള്ള രീതിയിലൊക്കെ അവരുടെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആലോചിക്കും. അപ്പോൾ നമുക്ക് അവരുടെ ഫീലിങ്സ്, ഇമോഷൻസ്, അവർ ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാവും, കുറച്ചെങ്കിലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താ വെച്ചാൽ അവർ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് അവരോട് നല്ല സ്നേഹം തോന്നും. ഇത് സിമ്പതി ആയതുകൊണ്ടാണ്. ഇതൊരു തരം ഹൈറാർക്കിയാണ്, മനസ്സിലാവണ്ട. ഏതോ ഒരു നാറി ഒന്ന് കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടു, ബിച്ചു സ്റ്റോക്കിൻ്റെ ഏതോ വീഡിയോൻ്റെ താഴെ വന്നിട്ട് അവൾ SC കാറ്റഗറിയിൽ നിന്നും എന്താ ക്രിസ്ത്യനായി വന്നവളാണെന്ന് കേട്ടോ, ജാതീയത. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷെ ഇത് ആൾക്കാരുടെ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്. ഒരു വിഡോവർ എന്ന രീതിയിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകട്ടെ എന്ന്. പിന്നെ മനസ്സിലായി ഇവൾ നാട്ടുകാരെ പറ്റിക്കാനുള്ള കളിയാണെന്ന്. ചോറുണ്ടെന്ന് ആർക്കും മനസ്സിലാവും. എന്തു ചരിത്രം, ഞാൻ അവളുടെ നാട്ടുകാരിയാണ്. വീണ്ടും ഇത് വിജയിച്ചു. അവളുടെ കൊച്ചിലെ മുതലുള്ള എനിക്കറിയാം, അവളെ കൊച്ചിലെ മുതലേ എനിക്കറിയാം, അവൾക്ക് ഒരു ചരിത്രവും ഇല്ല കമൻറ്റ് ചെയ്തു. പക്ഷെ ഇതൊന്നും ആരും കേൾക്കൂല സുഹൃത്തെ, അതാണ് അവസ്ഥ. ഒന്നുമില്ല. ഇൻ്റർവ്യൂ കൊടുക്കല് എന്ന് രേണു മോളോട് പോയി പറയുമോ? കൊടുക്കല് എന്ന് രേണു മോളോട് പോയി പറയും. പല ചാനലിലും വന്നിരുന്നു, പലതാണ് പറയുന്നത്. എപ്പോൾ അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഇടപെടുന്നത്. എങ്ങനെ ഇടപെടുന്നത്? കഷ്ടം. പുള്ളിക്കാരി തന്നെയാണ് റീസൺസ് ഉണ്ടാക്കുന്നത്. ജനങ്ങൾക്ക് കാണാനാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത്. കാണുന്ന ജനങ്ങൾ എന്ന് കേൾക്കുന്നതല്ല, പിന്നെ കേൾക്കുന്ന അവളുടെ വായിൽ നിന്ന്. അതുകൊണ്ടാണ് ഹേറ്റേഴ്സ് ഇത്രയും. അല്ലാണ്ട് പേഴ്സണലി ആർക്കും രേണുസുധിയിൽ ഒരു പ്രശ്നവുമില്ല. അവളെ പണ്ടേ മുതലേ ഇഷ്ടമല്ല എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു. അപ്പോൾ അത് എന്താണ്? ഇവരെന്ത് സ്ത്രീയാണ്? നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും ഇത് എങ്ങനെ മറക്കും? ഉണ്ടെങ്കിൽ ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഇല്ല, കഴിഞ്ഞില്ലേ. ഇത് ഇവർ കിടന്ന് ഉരുളുന്നത് എന്തിനാണ്? അത് ഇവർക്കിത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലേ ഈ പെണ്ണുപിള്ളക്ക്? ഏത് രേണുസുധിക്കല്ല ഈ കമൻറ്റ് ചെയ്തവർക്ക്. അതിനുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അവർക്കൊരു ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, അവർ ഭാവിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയാൻ പറ്റുമോ? പിന്നെ ഒരാൾ ഇൻ്റർവ്യൂവർ ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാത്തിനും മറുപടി പറയണമെന്നുണ്ടോ? അതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചൊക്കെ അവർ ആലോചിക്കൂലേ? അതല്ലേ വീണ്ടും വീണ്ടും ഇവർ ഡൗട്ട് ചെയ്യുന്നതെന്ന്. ഇത് വേറെ പൊന്നൂസ് 674 ഒരു കമൻറ്റാണ് കേട്ടോ. അവൾ ഉറങ്ങിക്കിടന്നപ്പോൾ ആരോ എടുത്തോണ്ട് പോയി കെട്ടിച്ചതാണോ? ഇവൾ കെട്ടി ഒരുങ്ങിപ്പോയത് ഒന്നും ഓർമ്മയില്ലേ? സുധിച്ചേട്ടൻ നിന്നെ കെട്ടിയെടുത്തതോടെ അങ്ങേരുടെ ജീവിതം പോയി, ജീവനും പോയിന്ന്. അയ്യോ ദൈവമേ. 2 മക്കൾക്ക് അച്ഛനില്ലാതെ പോയി. അവൾക്ക് ഏതാണുങ്ങളുടെ കൂടെ വേണേലും തോളിൽ കയറി അഭിനയം ആണ് എന്ന് പറഞ്ഞ് നടക്കാമെന്ന്. അപ്പോൾ അഭിനയിക്കാൻ പോണതാണ് ഇവരുടെ പ്രശ്നം. പെന്തക്കോസ്തുകാർ താലി കെട്ടില്ല പെമ്പ്രന്നോരെന്ന്. അയ്യോ ഇഴക്കി മതം അല്ലേ. മീര സുരേഷ് ഇട്ടൊരു കമൻറ്റാണ്. പെട്ടെന്ന് പറയണേ ചേച്ചി, ഇത് അറിഞ്ഞിട്ട് ഞാൻ തുള്ളി വെള്ളം കുടിക്കും. 2 കിലോഗ്രാം പുട്ടിയുണ്ട് മുഖത്ത് നിന്ന്. അവർ പുട്ടിയിട്ട മേക്കപ്പ് ഇട്ട് നിങ്ങൾക്ക് എന്താണ്? 2 തുള്ളി വെള്ളം കുടിക്കാണ്ട് ഇരിക്കണ വ്യക്തിയാണ് മീര സുരേഷ്. രേണുസുധിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ജിജ്ഞാസയോട് ആകാംക്ഷയോട് കൂടിയിട്ട് വെള്ളം കുടിക്കാണ്ട് ഇരിക്കുകയാണ് പാവല്ലേ. ഇപ്പോൾ പറയില്ല, ബിഗ് ബോസിൽ പോയി പറയുന്നത്. ഷാലു ഇട്ട കമൻറ്റാണ്. അതിന് ഓൾക്കെന്താ? ഇവള് ബിഗ് ബോസിൽ പോയാൽ പിന്നെ ആ ഷോയുടെ കാര്യം കട്ടപ്പുക. കുറച്ചു നിലവാരമുള്ള ആളെ കൊണ്ടുവരാൻ പാടില്ലേ? ഇന്ന് ബിഗ് ബോസിൽ എത്താൻ ഏറ്റവും കൂടുതൽ ഡിസേർവിങ് ആയ ഒരു കാൻഡിഡേറ്റാണ് രേണുസുധി. ഇനി രേണുസുധി മാത്രം അങ്ങനെയല്ല കേട്ടോ പറയണത്. ഇതൊരു ചെറിയ കൊച്ചാണല്ലോ പറയുന്നത് ഇതൊന്നും ശരിയാണെന്ന് തോന്നുന്നില്ല. ഇതൊരു ചെറിയ കൊച്ചാണല്ലോ പറയുന്നത് ഇതൊന്നും ശരിയാണെന്ന് തോന്നുന്നില്ല. എന്ത് പിന്നെ അന്ന പീറ്റർ ഇട്ടൊരു കമൻറ്റാണ്. ഈ പറഞ്ഞതെല്ലാം അവരുടെ ഫാമിലി കാര്യമാണെന്ന് താൻ തന്നെ സമ്മതിക്കുന്നു. അതന്നെ, ഈ പറഞ്ഞതെല്ലാം അവരുടെ ഫാമിലി കാര്യമാണെന്ന് താൻ തന്നെ സമ്മതിക്കുന്നു. പിന്നെ ഏതാണ് പൊതുജനത്തെ ബാധിക്കുന്ന കാര്യം? ഈ പറയുന്ന പെണ്ണ് പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്നവൾ പറയുന്നു എനിക്ക് തോന്നുന്നു ഇവളുടെ കൂടെ പോയത് കൊണ്ടാണ് സുധിക്ക് കടം വന്നത് എന്ന്. ഓരോരുത്തരും പറയുന്നത് അവരവരുടെ തോന്നലിൽ നിന്നും സങ്കല്പത്തിൽ നിന്നുമാണ്.
എന്തിനാണെന്ന് അറിയില്ല മറ്റുള്ളവരുടെ കുടുംബകാര്യത്തിൽ ഇടപെടുന്നത്, അതും ആണുങ്ങൾ മനസ്സിലാവുന്നില്ല. എന്താ ചെയ്യുക? അതിൻ്റെ താഴെ ഒരു ആണ് വന്നിട്ട് കമൻറ്റ് ചെയ്തെടുക്കുക, ആരാധികയാണോ രേണുവിൻ്റെന്ന്. എന്താ ചെയ്യുക? രേണുവിനെ ഇഷ്ടമല്ല, ഫേക്ക് എന്നൊക്കെ. വേറൊരുത്തി രാജേഷ്, വേറൊരുത്തൻ, ഇതിനെ കാണാനും കൊള്ളില്ല, സ്വഭാവവും കൊള്ളില്ല, എന്ത് ജന്മെന്ന്. പക്ഷെ എന്താ പറയുക? പ്രിയങ്ക ജിതേഷ് ഇട്ടൊരു കമൻറ്റാണ്, ബ്രദർ ബി കെയർഫുൾ, അവർ കേസ് കൊടുത്താൽ നിങ്ങൾ കുടുങ്ങണം, തെളിവ് വല്ലതുണ്ട് സൂക്ഷിച്ചു വെച്ചോന്ന്. വത്സല ഇട്ടുള്ളൊരു കമൻറ്റാണ്, വത്സല എം, എന്തിനാ മക്കളെ വേറെ ഒരാളുടെ വിളിച്ച് കീറി അരി വാങ്ങി തിന്നാ തടിക്ക് പിടിക്കുമോ മോനെന്ന്. അടുത്തത് എന്താ, ഇവനൊന്നും ഒരു പണിയും ഇല്ലേന്ന്. എന്താ ചെയ്യുക? പിന്നെ അയാളുടെ സൈഡിൽ എന്താ LAV ഒരു വരട്ടിട്ട് Y5E, അയാളുടെ സൈഡിൽ തെറ്റുണ്ട് എന്ന് അർത്ഥം, അല്ലാതെ ആരെങ്കിലും ഇത്ര വലിയ തുക വെറുതെ കൊടുക്കുമോ? ഈ വോയിസ് അയച്ച പെണ്ണുങ്ങളുടെ പേരെന്താ? എനിക്ക് ഡൗട്ടുണ്ട്. പെണ്ണുങ്ങളുടെ പേര് പറയടാ, വിറ്റു സ്റ്റോക്ക് നാറി. ആ പെണ്ണുങ്ങൾക്ക് ഈ രേണു പറഞ്ഞു എന്ന് പറയുന്ന എല്ലാ ഡയലോഗും കൃത്യമായിട്ട് തെറ്റാതെ പറയാൻ അറിയാമെന്ന്. 10,000 രൂപ നഷ്ടപരിഹാരം വാങ്ങിയ സംഭവത്തിൽ പീഡനക്കേസിന് പരാതി കൊടുത്തു എന്ന് പറയുന്നുള്ളൂ. രേണുവിനോട് അയാൾ എന്ത് ചോദിച്ചു എന്ന ഡയലോഗ് ഈ പെണ്ണുങ്ങൾക്ക് കൃത്യമായി പറയാൻ അറിയില്ല. കൃത്യമായ അജണ്ട ഉണ്ട് അതിൻ്റെ പിന്നിൽ. അതെന്തേ അദൃശ്യയായ അശരീരി അങ്ങനെ നിങ്ങൾ പറയുന്നതിൽ ഒരു വ്യക്തത ഇല്ലല്ലോ. പരദൂഷണം പറയും പോലെ തന്നെ ഉണ്ട്. എനിക്കും അങ്ങനെ തന്നെ തോന്നിയത്. അല്ലെങ്കിൽ ഇത്രയും സത്യം വിളിച്ചു പറയുന്ന ആൾ എന്തിനാ വിളിച്ചു പറയുന്നത്? അതാണ് എന്തിനാ വിളിച്ചു പറയുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ മിന്നൂസ് ഇട്ട കമൻറ്റാണ്, മിന്നൂസ് 1 2 3. ഈ വോയിസ് ക്ലിപ്പ് വലിയ ഒരാളുടെ ആണ്, നോർമൽ വോയിസ് എഡിറ്റ് ആക്കി മാറ്റിയത് ആണ്, സൗണ്ട് മനസ്സിലാവാതെ ഇരിക്കാൻ ആണെന്ന് തോന്നുന്നു. എന്താ കഷ്ടം. അതിൻ്റെ താഴെ രാജശ്രീ ഇട്ടൊരു കമൻറ്റാണ്, ആയിക്കട്ടെ. അപ്പോൾ 10,000 രൂപയേ ഉള്ളോ ഇവൾക്ക് പീഡനത്തിൻ്റെ കോമ്പൻസേഷൻ? അപ്പോൾ ഇത്ര ചീപ്പ് സാധനമാണെന്ന് സ്വയം മനസ്സിലായിരുന്നു. എന്താ ചെയ്യും? അപ്പം അതിൻ്റെ താഴെ വേറൊരു കമൻറ്റ്, മാരി ഹൂവർ 3538. ബട്ട് ബ്രദർ, ഹാസ് ദിസ് ലേഡി ഹൂ സ്പീക്സ് ഇൽ അബൌട്ട് ഹെർ ലിവിങ് വിത്ത് രേണു, വാസ് ദാറ്റ് ലേഡി ലിവിങ് ടുഗദർ വിത്ത് സുധി? സുധിയായിട്ട് ലിവിങ് ടുഗദർ ആയിരുന്നു ഈ വോയിസ് ഇട്ട പെണ്ണുപിള്ളാണ്. ദാറ്റ് ഷീറ്റ് സോ മച്ച് അബൌട്ട് രേണുവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയേണ്ടത്, ലിവിങ് ടുഗദർ ആയിരുന്നു സുധിയായിട്ടെന്ന്. അപ്പോൾ അങ്ങനെയോ ഇനി? വേറൊരിത്, അനന്യ എസ്, സുധിച്ചേട്ടൻ മരിച്ച ആ ടൈമിൽ എനിക്ക് അവരെ ഇഷ്ടമായിരുന്നു. ബട്ട് ഇവളുടെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ഞാൻ പറയുമായിരുന്നു ഇവൾ ലോക ഫ്രോഡാണെന്ന്. പിന്നെ ഉള്ള പ്രതീഷ് എന്ന യൂട്യൂബർ ഇവളുടെ കൂടെ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ്റെ കുഴി മനഃപൂർവ്വം തോണ്ടുക എന്ന്. നിങ്ങൾക്ക് തോന്നണതല്ലേ? നിങ്ങൾക്ക് എന്തൊക്കെ തോന്നാം? രേണുവിന് ഇഷ്ടമുള്ള ആരാ ഉള്ളത് എന്നൊക്കെ ആര്യ രതീഷ് കമൻറ്റ് ചെയ്ത് തരണം. ഇത് ഇഷ്ടക്കേടോ അല്ല, ഒരാളെ കുറിച്ച് ഇങ്ങനെ സ്ലട്ട് ഷെയിം ചെയ്യുമ്പോൾ ഭയങ്കര വിഷയമാണത്. എൻ്റെ താഴെ ഗ്രേസി തോമസ് ഇട്ട കമൻറ്റാണ്, തണ്ടും തടിയും ഉണ്ടല്ലോ, വല്ല ജോലിയും ചെയ്ത് ജീവിച്ചുകൂടെ? അന്തസ് വേണം ഇവിടെ, അന്തസ്. നെക്ലേസിന് ഗോൾഡ് ആണല്ലോ, നല്ല വില കാണും, രേണുവിനെ വിറ്റ് തിന്നാൻ കുറേ എണ്ണമെന്ന്. എൻ്റെ താഴെ ബിന്ദു ഗോപാലൻ ഇട്ട കമൻറ്റ്, അയ്യേ രേണു ആരാന്നൊക്കെ കൊണ്ട് ചിരിക്കണു, വേറെ പണി വേണ്ടേ, ആ പെണ്ണ് എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. ലീല ലഘൂരി ഇട്ട കമൻറ്റാണ്. നീതു വിജേഷ് ഇട്ട കമൻറ്റാണ് കേട്ടോ. സത്യം
വേലയും പണിയില്ലാത്ത കുറേ എണ്ണം വ്ളോഗർമാന് എന്ന് പറഞ്ഞ് മറക്കും വല്ലോ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നതാണോ ഇല്ലേന്ന്. എന്താ ചെയ്യാ? അപ്പോൾ ഗൈസ് ഇങ്ങനെയൊക്കെയാണ് ഇതിലെ കമൻറ്റ് സെക്ഷൻ പോകുന്നത്. സമയം 55 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ എൻ്റെ ഒരു പോയിൻ്റ് പറയട്ടെ, എൻ്റെ ഒരു അഭിപ്രായം ഗൈസ്. ഒരാളെക്കുറിച്ച് ഐഡൻറ്റിറ്റി ഇല്ലാത്ത രീതിയിൽ ഒരു വോയിസ് വരികയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഇന്ന പേരുള്ള ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരാൾ മുഖം കറക്റ്റ് കാണിച്ചിട്ട് വോയിസ് കറക്റ്റ് കാണിക്കാണ്ടാണ് വോയിസ് വരുന്നതെങ്കിൽ, സ്വന്തം പേര് പോലും വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് വിശ്വസിക്കരുത്. ഓക്കെ, വിശ്വസിക്കരുത്, അത്രേ പറയുള്ളൂ. പിന്നെ ഈ പരദൂഷണം ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും വിശ്വസിക്കരുത്. പിന്നെ ആൾക്കാർ അവരുടേതായ ദേഷ്യം വെച്ചിട്ട്, മുൻവിധികൾ വെച്ചിട്ട്, സങ്കല്പവും കുറേ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് സാധനമൊക്കെ പറയണത്. അപ്പോൾ ദയവ് ചെയ്ത് അതൊന്നും വലിയ രീതിയിൽ എടുക്കരുത്. അങ്ങനെ എടുത്താൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, നാളെ നിങ്ങളെക്കുറിച്ചും ഇതുപോലെ ആൾക്കാർ പറയുന്നത് മറ്റോള് എന്നോട് പറഞ്ഞു എൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയാം, ഇജ്ജ് അങ്ങനെയാണ്, ഇജ്ജ് പിഴയാണ് എന്നൊക്കെ പറഞ്ഞുള്ള അവസ്ഥ എന്താ ഒന്ന് മനസ്സിലാക്കുക. ഒരു നാട്ടിൻപുറത്ത് ജീവിക്കുമ്പോൾ, നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ജീവിക്കുമ്പോൾ നമുക്ക് റൂമേഴ്സിൻ്റെ അവസ്ഥയൊക്കെ ഒഴിക്കാവുന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ ഫാമിലിയെ തന്നെ മൊത്തത്തിൽ ബാധിക്കും. നിങ്ങളെന്ന വ്യക്തിയെ ബാധിക്കും, നിങ്ങളുടെ കുട്ടികളെ ബാധിക്കും, നിങ്ങളുടെ ഫാമിലീനെ മൊത്തത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വേറൊരു കാര്യമല്ലേക്ക്, എല്ലാ കാലത്തും നമ്മൾ നമ്മുടെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ കുട്ടികളോ ഒക്കെ ഇട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ഇങ്ങനെ എല്ലാ കാലത്തും ജീവിക്കാൻ പറ്റണമെന്നില്ല. മരണം എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാവാം, സംഭവിക്കാണ്ടിരിക്കട്ടെ നിങ്ങൾക്ക്. അങ്ങനെ ഞാൻ പറയുന്ന ഒരു രീതിയിലുള്ള സംഗതി. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, സപ്പോസ് നിങ്ങളുടെ പാർട്ട്ണർ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെയും കഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കുടുംബത്തിനും നിങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണെങ്കിൽ, നിങ്ങളെക്കുറിച്ചും നാളെ ആരെങ്കിലും ഇങ്ങനെ വീഡിയോ ചെയ്യുകയാണെങ്കിൽ എന്ന് മാത്രം ആലോചിച്ചാൽ മതി സുഹൃത്തെ. അപ്പോൾ എല്ലാവരോടും സ്നേഹം. ദയവ് ചെയ്ത് തെറി വിളിയൊന്നും ഇവിടെ തെറി വിളിയല്ല പറയണത്. ഈ രേണുസുതിയിലെ ഫാൻ ആവണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞുള്ള കമൻറ്റുകളൊന്നും വേണ്ട. നിങ്ങൾ കമൻറ്റ് ചെയ്താലും ഒരു കോപ്പുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, മിനിമം മനുഷ്യത്വമുള്ള ആളുകൾ മാത്രം അവർക്ക് മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ലാത്തവർക്ക് പലതും ഇങ്ങനെ പറയാമല്ലോ. അപ്പോൾ ബൈ, ശരി.